നമ്മളുടെ എല്ലാവരുടെയും ലൈഫിൽ നമ്മൾ ഒരു പോയിന്റിൽ വരുമ്പോൾ സ്റ്റക്കായി നിന്ന് പോകും. നിങ്ങൾക്ക് നല്ല ഒരു ഗൈഡൻസ് തരാൻ ആളില്ലെങ്കിൽ, നല്ല മെന്റേഴ്സ് നിങ്ങളുടെ ലൈഫിൽ കിട്ടിയില്ലെങ്കിൽ, അല്ലെങ്കിൽ നല്ല ക്വാളിറ്റി പീപ്പിൾ നിങ്ങളുടെ ചുറ്റും ഇല്ലെങ്കിൽ, ഫിസിക്കലി, മെന്റലി, ഇമോഷണലി യു വിൽ ബി സ്റ്റക്ക്. യുവർ സിറ്റുവേഷൻ മേ ബി അതർ പീപ്പിൾസ് ഫോൾട്ട്, but your responsibility is to fix it. Welcome back, friends. My name is Sobi and you are watching Trading Secrets YouTube channel. My aim is to make you profitable every day. Again, practice makes it perfect. With repetition, you get wisdom. അല്ലേ? അപ്പോൾ നമ്മളിപ്പോൾ ജസ്റ്റ് പറഞ്ഞു നിർത്തിയത് എന്താണ്? നമുക്ക് അറിയത്തില്ലാത്ത കാര്യങ്ങൾ നമുക്കറിയത്തില്ല, അല്ലേ? യു ഡോണ്ട് നോ വാട്ട് യു ഡോണ്ട് നോ, വി ഡോണ്ട് നോ വാട്ട് വി ഡോണ്ട് നോ. അപ്പോൾ ഒരു കാര്യത്തെപ്പറ്റി നമ്മൾ പഠിക്കാൻ തുടങ്ങുമ്പം ആ ഒരു കാര്യം എന്ന് പറയുന്നത് ഒത്തിരി അധികം കാര്യങ്ങൾ നമ്മൾ മുന്നോട്ട് പഠിച്ചു പോകാൻ വേണ്ടിയിട്ടുണ്ട്, അല്ലേ? ദർ ഈസ് എ ലോട്ട് ആൻഡ് ലോട്ട് ഇൻഡെപ്ത് സ്റ്റഡിയിലേക്ക് നമുക്ക് ഒത്തിരി കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ടുണ്ട്. അപ്പം അങ്ങനെ നോക്കുമ്പം സ്മാർട്ട് മണി എങ്ങനെയാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ മാർക്കറ്റിൽ എങ്ങനെയാണ് സ്മാർട്ട് മണിയുടെ ആക്ടിവിറ്റി എങ്ങനെയാണ്, സ്മാർട്ട് മണി എന്ന് പറഞ്ഞാൽ ബാങ്ക്സ് ഒക്കെ എങ്ങനെയാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത്, മേജർ പ്ലേയേഴ്സ് എങ്ങനെയാണ് വരുന്നത്, ഇൻസ്റ്റിറ്റ്യൂഷൻസ് എങ്ങനെയാണ് അവരുടെ ഓർഡേഴ്സ് റിലീസ് ചെയ്യുന്നത്. അപ്പം ഇങ്ങനെയെല്ലാം കുറേ അധികം കാര്യങ്ങൾ മാർക്കറ്റിൽ ഇങ്ങനെ നടന്നുകൊണ്ടിരിപ്പുണ്ട്. അപ്പോൾ അതിനെല്ലാം ബേസ് ചെയ്തിട്ടാണ് മാർക്കറ്റിൻ്റെ ടോട്ടൽ പ്രഡിക്ഷൻ ഓർ ടോട്ടൽ മൂവ്മെൻറ്റ് തന്നെ വരുന്നതെന്ന് പറയുന്നത്. അപ്പം നമ്മൾ ഇതെല്ലാം പഠിക്കാൻ പോയി കഴിഞ്ഞാൽ, ഇതെല്ലാം പഠിക്കണമെന്ന് ഇല്ല നമ്മൾ പ്രോഫിറ്റബിൾ ആകണം എന്നുണ്ടെങ്കിൽ, അല്ലേ? യു ഡോണ്ട് നീഡ് എവറിത്തിങ്. അപ്പോൾ പിന്നെ നമുക്ക് എന്താണ് വേണ്ടത്? നമുക്ക് വേണ്ടത് ഒരു ചെറിയ കാര്യം മാത്രമേ ഉള്ളൂ. യു നീഡ് ഓൺലി വൺ തിങ്, ജസ്റ്റ് വൺ സെറ്റപ്പ്. ദാറ്റ്സ് ഓൾ യു നീഡ്, അല്ലേ? വേറെ എന്താണ് നമുക്ക് വേണ്ടത്? മാർക്കറ്റിൽ നിന്നും നമ്മളുടെ ഗോൾ എന്ന് പറയുന്നത് മാർക്കറ്റിനെ ഡീകോഡ് ചെയ്യുക എന്നുള്ളതല്ല, അല്ലെങ്കിൽ മാർക്കറ്റിനെ സോൾവ് ചെയ്യുക എന്നുള്ളതല്ല. നമ്മളൊരു മാത്തമാറ്റിക്സിൻ്റെ പ്രോബ്ലം ഒക്കെ എടുത്തിട്ട് നമ്മൾ ആ സോൾവ് ചെയ്ത് ആൻസർ കണ്ടുപിടിക്കുന്നു എന്ന് പറഞ്ഞ പോലെ തന്നെ മാർക്കറ്റിനെ സോൾവ് ചെയ്ത് അതിൻ്റെ ആൻസർ കണ്ടുപിടിക്കുക എന്നുള്ളതല്ല നമ്മളുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. ദിസ് ഈസ് നോട്ട് യുവർ ഗോൾ. യുവർ ഗോൾ ഈസ് ടു ഫൈൻഡ് ഔട്ട് സംതിങ് ഫ്രം ദ മാർക്കറ്റ്, അല്ലേ? കൺസിസ്റ്റൻ്റ്ലി എന്താണ് നമ്മളുടെ ഓരോരുത്തരുടെയും ഗോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യു ഹാവ് ടു കൺസിസ്റ്റൻ്റ്ലി എക്സ്ട്രാക്ട് എ പോർഷൻ ഫ്രം യുവർ എഡ്ജ്, എക്സ്ട്രാക്ട് എ പോർഷൻ ഫ്രം യുവർ ട്രേഡിംഗ് എഡ്ജ്, അല്ലേ? നമ്മളൊരു ട്രേഡിംഗ് സെറ്റപ്പ് ഫ്രെയിം ചെയ്ത് കൊണ്ടുവരുവാണ്. ആ ഒരു ട്രേഡിംഗ് സെറ്റപ്പിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ട്രേഡ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിൽ നിന്നും കൺസിസ്റ്റൻ്റ് ആയിട്ട്, അതായത് നമുക്ക് തുടർച്ചയായി നമ്മൾ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ട്രേഡിംഗ് സെറ്റപ്പിൽ നമ്മൾ റിസൾട്ട് ഉണ്ടാക്കിയെടുക്കുക എന്നത് മാത്രമാണ് നമ്മളുടെ മുന്നിലുള്ള ലക്ഷ്യം. അപ്പം നമ്മുടെ മുന്നിലുള്ള ലക്ഷ്യം എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ മുന്നിലുള്ള ആകെപ്പാടെയുള്ള ലക്ഷ്യം എന്ന് പറയുന്നത് നമ്മളുടെ ട്രേഡിംഗ് സെറ്റപ്പ് പ്രാക്ടീസ് ആൻഡ് മേക്ക് ഇറ്റ് പെർഫെക്റ്റ്, അല്ലേ? ഇത് മാത്രമേ ഉള്ളൂ നമ്മുടെ മുന്നിലുള്ള ലക്ഷ്യം എന്ന് പറയുന്നത്. അപ്പം അതിൽ കൂടെ മാത്രമേ നമുക്ക് ഒരു ട്രേഡിംഗ് ഒരു റിസൾട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പം നമ്മൾ ഈ റിപ്പീറ്റേഷൻ, അല്ലെങ്കിൽ നമ്മൾ വീണ്ടും ഒരു കാര്യം തന്നെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾക്ക് എന്താണ് കിട്ടുന്നത്? നമുക്ക് കിട്ടുന്നത് യു ഗെറ്റ് വിസ്ഡം, അല്ലേ? വിസ്ഡം എന്ന് പറഞ്ഞാൽ യു ഗെറ്റ് മോർ നോളജ് അബൌട്ട് ഇറ്റ്. അപ്പോൾ ഒരു കാര്യത്തെ പറ്റി തന്നെ നമ്മളൊരു കാര്യം തന്നെ പല പ്രാവശ്യം റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ യു ഗെറ്റ് മോർ ആൻഡ് മോർ ഇൻസൈറ്റ്സ് അബൌട്ട് ദ സെയിം തിങ്, അല്ലേ? ആൻഡ് അങ്ങനെ നമ്മൾ വീണ്ടും റിപ്പീറ്റ് ചെയ്യുമ്പോൾ വാട്ട് ഈസ് ഹാപ്പനിങ് ആക്ച്വലി? എന്താണ് അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? യു ബിക്കം മെക്കാനിക്കൽ. സോ വാട്ട് ഈസ് മെക്കാനിക്കൽ പ്രോസസ്? മെക്കാനിക്കൽ പ്രോസസ് ഡു ദ സെയിം തിങ് അഗെയിൻ ആൻഡ് അഗെയിൻ കൺസിസ്റ്റൻ്റ്ലി. മെഷീൻ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്? യു ഗീവ് എ കമാൻഡ് ആൻഡ് ദ മെഷീൻ വിൽ ഓട്ടോ സ്റ്റാർട്ട് ഇമ്മീഡിയറ്റ്ലി ഡു ദ സെയിം തിങ് അഗെയിൻ ആൻഡ് അഗെയിൻ, അല്ലേ? അതാണ് മെക്കാനിക്കൽ പ്രോസസ് എന്ന് പറയുന്നത്. സോ യു വിൽ എക്സിക്യൂട്ട് ട്രേഡ് ലൈക്ക് എ മെഷീൻ, യു വിൽ എക്സിക്യൂട്ട് ട്രേഡ് ലൈക്ക് എ പ്രോഗ്രാം. അങ്ങനെ പ്രോഗ്രാം ആയിട്ടോ അല്ലെങ്കിൽ നമ്മളുടെ പ്രോസസ്സ് മെക്കാനിക്കൽ ആകാതിരിക്കുമ്പോഴാണ് യു ആർ ഗെറ്റിംഗ് ഓർ യു ആർ ട്രാപ്പിംഗ് ഇൻ ടു ഇമോഷൻസ്. സോ യു വിൽ ട്രേഡ് ആൻഡ് പ്രോഗ്രാം ലൈക്ക് എ മെഷീൻ ആൻഡ് യു വിൽ സിറ്റ് ലൈക്ക് എ മെഷീൻ ഫോർ ദ ടാർഗറ്റ്. അപ്പോൾ നമ്മൾ ഇഫ് യു വാണ്ട് ടു ബി എ മെക്കാനിക്, ഇഫ് യു വാണ്ട് ടു ഫോളോ എ മെക്കാനിക്കൽ പ്രോസസ്, നമുക്ക് ഒരു മെക്കാനിക്കൽ പ്രോസസ്സ് നമുക്ക് ഫോളോ ചെയ്യണമെങ്കിൽ യു ഹാവ് ടു പ്രാക്ടീസ് ഇറ്റ് അഗെയിൻ ആൻഡ് അഗെയിൻ ഓൺ ദ സെയിം തിങ് ഓവർ ആൻഡ് അഗെയിൻ. അതാണ് അതിനകത്തെ കാര്യം. സോ അങ്ങനെ ചെയ്യുമ്പോൾ എന്തെല്ലാം അഡീഷണൽ ബെനിഫിറ്റ്സ് നമുക്ക് കിട്ടുന്നുണ്ട്? ബിക്കോസ് നമ്മൾ മെക്കാനിക്കൽ പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ യു ആർ ഷാർപ്പനിങ് യുവർ ട്രേഡിംഗ് പ്രോസസ്സ്. ട്രേഡിംഗ് പ്രോസസ്സ് നമ്മൾ ഷാർപ്പൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പെൻസിലൊക്കെ നമ്മൾ വെട്ടത്തില്ലേ, ലൈക്ക് ഷാർപ്പൻ ചെയ്ത് കൊണ്ടുപോകത്തില്ലേ എന്ന് പറഞ്ഞ പോലെ തന്നെ നമ്മളുടെ ട്രേഡിംഗ് പ്രോസസ്സ് നമ്മൾ ഷാർപ്പൻ ചെയ്ത് കൊണ്ടുപോയിക്കൊണ്ടിരിക്കും. സോ ഈ ഷാർപ്പനിങ് എന്തിനാണ്? ബിക്കോസ് ഇത് മൊത്തത്തിലുള്ള നമ്മളുടെ കണ്ടക്സ്റ്റിനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ഷാർപ്പൻ ചെയ്ത് കൊണ്ടുപോകുന്നത്. സോ അങ്ങനെ ഷാർപ്പൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അൾട്ടിമേറ്റ്ലി ഫൈനലി വാട്ട് വിൽ ബി ഹാപ്പനിങ്?
യു വിൽ അച്ചീവ് യുവർ ഗോൾ. ആൻഡ് അത് മാത്രമുള്ളോ? അല്ല, യു വിൽ ഹാവ് ദ മാസ്റ്ററി ഇൻ ട്രേഡിംഗ്. അല്ലെങ്കിൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ആ പ്രോസസ്സിൽ തന്നെ നമ്മൾ മാസ്റ്ററി നമ്മൾക്ക് വരും. അതാണ് ഈ പ്രാക്ടീസ് മേക്സ് ഇറ്റ് പെർഫെക്റ്റ് ഓർ വിത്ത് റിപ്പറ്റീഷൻ യു ഗെറ്റ് വിസ്ഡം എന്ന് പറയുന്ന കണ്ടക്സ്റ്റ്. സോ ഇവിടെ നമുക്ക് പറയുമ്പം എവറിത്തിങ് വർക്ക്സ് വിത്ത് പ്രോപ്പർ കണ്ടക്സ്റ്റ് എന്ന് നമ്മൾ പറയും. അതായത് നമുക്കൊരു പ്രോപ്പർ കണ്ടക്സ്റ്റ് ഉണ്ടെങ്കിൽ മാത്രമേ എല്ലാ കാര്യങ്ങളും വർക്ക് ചെയ്യുള്ളൂ. ഞാൻ സ്ട്രക്ചറിൻ്റെ കാര്യം ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. എന്താണ് സ്ട്രക്ചറിൻ്റെ ഇമ്പോർട്ടൻസ് ലൈഫിലും ട്രേഡിങ്ങിലും എന്നുള്ളത് ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തു. എന്ന് പറഞ്ഞ പോലെ തന്നെ ഒരു പ്രോപ്പർ കണ്ടക്സ്റ്റ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അതിനൊരു ഔട്ട്ലൈൻ ഉള്ളൂ, അല്ലെങ്കിൽ അതിനൊരു സിലബസ് ഉള്ളൂ എന്ന് നമ്മളൊക്കെ പറയത്തില്ലേ. എന്ന് പറഞ്ഞ പോലെ തന്നെ എവറിത്തിങ് വർക്ക്സ് വിത്ത് എ പ്രോപ്പർ കണ്ടക്സ്റ്റ്. അപ്പോൾ നമുക്കൊരു പ്രോപ്പർ കണ്ടക്സ്റ്റ് വേണമെങ്കിൽ യു ഷുഡ് ഹാവ് എ ലോജിക് ബിഹൈൻഡ് ദാറ്റ് സെറ്റപ്പ്. സോ വിത്ത് പ്രാക്ടീസ് ആൻഡ് പ്രാക്ടീസ് നമ്മളുടെ സബ് കോൺഷ്യസ് മൈൻഡ് നമ്മളോട് പറഞ്ഞു തരും, നമ്മുടെ അവബോധ മനസ്സെന്ന് പറയും, അത് നമ്മളോട് പറഞ്ഞു തരും യു ഷുഡ് നോട്ട് ബൈ അറ്റ് ഹൈ ഓർ ബൈ ഓൺ എ ടോപ്പ് ഓഫ് എ റേഞ്ച്. അല്ലേ, നമ്മൾ ഒരു ട്രേഡിങ്ങിൻ്റെ ഒരു പ്രൈസ് ഏറ്റവും ഹൈ റേഞ്ചിൽ പോയി നിൽക്കുമ്പം അത് ബൈ ചെയ്യാൻ പാടില്ല എന്ന് നമ്മളോട് പറഞ്ഞു തരും നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ്. ബിക്കോസ് യു ആർ എന്താണ് ചെയ്യുന്നത്, ബിക്കോസ് യു ആർ ഫോളോയിങ് എ മെക്കാനിക്കൽ സിസ്റ്റം. അപ്പോൾ ആ മെക്കാനിക്കൽ സിസ്റ്റത്തിനകത്ത് കറക്റ്റായിട്ട് ഡിഫൈൻ ചെയ്തിട്ടുണ്ട് വാട്ട് ടു ഡു ആൻഡ് വാട്ട് നോട്ട് ടു ഡു. അല്ലേ, നമുക്ക് എന്ത് ചെയ്യണം എന്ത് ചെയ്യണ്ട എന്ന് കൃത്യമായിട്ട് പറഞ്ഞു വെച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ ഒരു റേഞ്ചിൻ്റെ ടോപ്പിൽ പ്രൈസ് നിൽക്കുമ്പം നമ്മളോട് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് പറഞ്ഞു തരും ദിസ് ഈസ് നോട്ട് എ ഗുഡ് ടൈം ടു ബൈ. അല്ലെങ്കിൽ ഒരു പ്രൈസ് ഒരു കൺസിസ്റ്റന്റ് ഡൗൺ സൈഡ് ജേർണി നടത്തിയതിന് ശേഷം അവിടെ നമ്മൾ പോയി സെല്ല് ചെയ്യാൻ പാടില്ല എന്ന് നമ്മളോട് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് പറഞ്ഞു തരും. സോ ദിസ് ഇസ് നോട്ട് എ ഗുഡ് ടൈം ടു സെൽ എന്ന് നമ്മളോട് റിപ്പീറ്റഡ്ലി നമ്മളോട് പറഞ്ഞു തന്നുകൊണ്ടിരിക്കും. അങ്ങനെ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് പറയണമെങ്കിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? യു ഹാവ് ടു ഫോളോ ദ മെക്കാനിക്കൽ പ്രോസസ്. അല്ലെങ്കിൽ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് പിന്നെയും നമ്മൾ ട്രേഡിങ്ങിന് വേണ്ടിയിട്ട് ട്രേഡ് ചെയ്യാൻ വേണ്ടി തുടങ്ങുമ്പോഴത്തേനും നമ്മളോട് പറയും യുവർ സെറ്റപ്പ് ഈസ് നോട്ട് പ്ലേയിങ് ഇൻ ഫ്രണ്ട് ഓഫ് യു, വൈ യു വാണ്ട് ടു ടേക്ക് ആൻ എൻട്രി. അല്ലേ, നമ്മൾ പഠിച്ചു വെച്ചിരിക്കുന്ന സെറ്റപ്പ് ഇവിടെ നിങ്ങളുടെ മുന്നിൽ ചാർട്ടിൽ കാണിക്കുന്നില്ല, ദെൻ വൈ യു വാണ്ട് ടു ഡു ദ ട്രേഡിങ് എന്ന് ചോദിക്കും. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ വെയിറ്റ് ഫോർ ദാറ്റ് വൺ തിങ് ടു ഷോ ഇൻ ഫ്രണ്ട് ഓഫ് യുവർ സ്ക്രീൻ. ഇതാണ് മെയിൻ ആയിട്ടുള്ള കാര്യം. അപ്പം നമ്മൾ പഠിച്ചു വെച്ചിരിക്കുന്ന ആ ഒരു വൺ തിങ് അല്ലെങ്കിൽ നമുക്ക് എൻട്രി എടുക്കാനുള്ള ആ സംഭവം നമ്മളുടെ ചാർട്ടിൻ്റെ ഫ്രണ്ടിൽ തെളിഞ്ഞു നിൽക്കുമ്പം വന്ന് നമ്മളെ മുന്നോട്ട് വരും. അപ്പം മാത്രമേ നമ്മൾ ട്രേഡ് ചെയ്യാവുള്ളൂ. അപ്പം ഞാൻ ഇതിന് മുന്നിൽ പറഞ്ഞ പോലെ ട്രേഡിംഗ് എന്ന് പറയുന്നത്, ട്രേഡിംഗ് സൈക്കോളജി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ട്രേഡിങ്ങിൻ്റെ വിന്നിങ് എന്ന് പറയുന്നത് ഒരു ഡിഫറെൻ്റ് ആസ്പെക്റ്റിലാണ് നമ്മൾ അതിനെ കാണുന്നത്. എന്താണ് ആ ഡിഫറെൻ്റ് ആസ്പെക്റ്റ്? ട്രേഡിംഗ് എന്ന് പറയുന്നത് നമ്മളായിട്ടൊരു കാര്യം അങ്ങോട്ട് ചെയ്യാൻ പോകണ്ട, വേറാസ് ചാർട്ട് നമ്മളെ ഇങ്ങോട്ട് കാണിച്ചു തരണം, അന്നേരമാണ് നമ്മൾ അങ്ങോട്ട് ചെന്നിട്ട് ട്രേഡ് ചെയ്യാൻ പോകുന്നത്. അതാണ് അതിനകത്തെ കാര്യം. അപ്പം നമ്മൾ ഇങ്ങനെ ചെയ്യുന്നതിനെ, അല്ലെങ്കിൽ ഈ മെക്കാനിക്കൽ പ്രോസസ്സ് വീണ്ടും വീണ്ടും റിപ്പീറ്റഡ്ലി നമ്മളുടെ സബ് കോൺഷ്യസ് മൈൻഡ് നമ്മളോട് കറക്റ്റ് ആയിട്ടുള്ള ഒരു എൻട്രി ഏരിയ പറഞ്ഞു തന്നുകൊണ്ട് മെക്കാനിക്കൽ പ്രോസസ്സ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുമ്പം ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സബ്ജക്റ്റീവ് ട്രേഡിംഗ്. അപ്പം നമ്മൾ പറഞ്ഞു മാർക്ക് ഡഗ്ലസിൻ്റെ തിയറി പ്രകാരം 3 ലെവൽ ഓഫ് ട്രേഡിംഗ് ഉണ്ട്: മെക്കാനിക്കൽ, സബ്ജക്റ്റീവ് ആൻഡ് ഇൻഡ്യൂറ്റീവ്. അല്ലേ, അപ്പം ഇതിനെ പറയുന്ന പേരാണ് നമ്മൾ സബ്ജക്റ്റീവ് ട്രേഡിംഗ് എന്ന് പറയുന്നത്. സോ ഇൻഡ്യൂറ്റീവ് ട്രേഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സബ്ജക്റ്റീവ് ട്രേഡിംഗ് മെക്കാനിക്കൽ പ്രോസസ്സ് റിപ്പീറ്റഡ്ലി ചെയ്ത് നമ്മൾ പതുക്കെ മാസ്റ്ററിയിലേക്ക് കടന്നു വരുമ്പോഴത്തേനും ഇൻഡ്യൂറ്റീവ് ട്രേഡിംഗ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ലൈക്ക് എ മസിൽ. ബിക്കോസ് വാട്ട് ആർ യു ഡൂയിങ്? നമ്മൾ ആ ഒരു പർട്ടിക്കുലർ പ്രോസസ്സ് റിപ്പീറ്റഡ്ലി ചെയ്യുമ്പോൾ, നമ്മൾ ജിമ്മിൽ പോയിരുന്ന് എക്സർസൈസ് ചെയ്യുകയാണെങ്കിൽ റിപ്പീറ്റഡ്ലി ഒരു സംഭവം ചെയ്യുകയാണെങ്കിൽ മസിൽസ് നമ്മുടെ ഹാർഡൻ ആകും. അല്ലേ, same way the mechanical process, once you get in touch with the intuitive step, is called a muscle formation. Because if that muscle is forming, then it is called the mastery of trading. Why is it so? Because you have already done the practice is already completed. That is why the muscle is forming. Muscle means നമ്മുടെ മസിൽ അല്ല പറയുന്നത്, നമ്മളുടെ ട്രേഡിങ്ങിൻ്റെ മാസ്റ്ററിയിലേക്ക് നമ്മൾ കടക്കുന്നു എന്നാണ് ഉദ്ദേശിച്ചത്. സോ യുവർ മസിൽ വിൽ ബി ഹാർഡ്, സോ ഇറ്റ് ഈസ് കോൾഡ് മസിൽ മെമ്മറി എന്ന് നമുക്ക് പറയാം. അല്ലേ, so mechanical process repeatedly with the subjective trading, your muscle formation is completed. It is called intuitive trading, and this is the beauty, and this is the reason I say everything works with the proper context. You are getting it or not? So everything works with the proper context. അതാണ് നമ്മളിപ്പോൾ പറഞ്ഞതിൻ്റെ കാര്യം. സോ നമുക്ക്
മാർക്കറ്റിലുള്ള മുഴുവൻ സൂപ്പ് നമുക്ക് ഒറ്റയടിക്ക് കുടിച്ച് തീർക്കാൻ പറ്റത്തില്ല. യു കനോട്ട് ഡ്രിങ്ക് ഓൾ ദ സൂപ്പ് എന്ന് വെച്ചാൽ സൂപ്പ് കുടിക്കുക എന്നുള്ളതല്ല. മീൻസ് യു കനോട്ട് ടേക്ക് എവറിത്തിങ് ഫ്രം ദ മാർക്കറ്റ് എന്ന് മാത്രമേ അതുകൊണ്ട് ഉദ്ദേശിച്ചുള്ളൂ. ദാറ്റ് ഈസ് ദ റീസൺ യു ഷുഡ് ഹാവ് എ പ്രോപ്പർ കണ്ടെക്സ്റ്റ്, അല്ലേ? അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് നമുക്കൊരു പ്രോപ്പർ കണ്ടെക്സ്റ്റ് മാത്രമേ നമുക്ക് ട്രേഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ വാട്ട് ഈസ് ദാറ്റ് കണ്ടെക്സ്റ്റ്? പ്രോപ്പർ റൂൾസ് ഫോർ ട്രേഡിംഗ്. അതാണ് നമ്മൾ ഇത്ര നേരം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പ്രോപ്പർ അണ്ടർസ്റ്റാൻഡിങ് അബൌട്ട് ദ മാർക്കറ്റ് സ്ട്രക്ചർ. മാർക്കറ്റ് സ്ട്രക്ചറിനെ പറ്റി നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സോ വാട്ട് ഈസ് അബൌട്ട് മാർക്കറ്റ് സ്ട്രക്ചർ? മാർക്കറ്റ് സ്ട്രക്ചർ എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ്സ് എ ബ്ലൂ പ്രിന്റ് എഹെഡ് ഓഫ് ടൈം. അതായത് മാർക്കറ്റ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ മാർക്കറ്റിന്റെ ഡയറക്ഷണൽ ബ്ലൂ പ്രിന്റ്, മാർക്കറ്റ് എങ്ങോട്ടാണ് സഞ്ചരിക്കാൻ പോകുന്നത് എന്നുള്ളത് മാർക്കറ്റ് വിൽ ഷോ യു സം ഫുട് പ്രിന്റ്സ്, അല്ലെ? അതെങ്ങനെ ഇട്ടിട്ടാണ് പോകുന്നത്. ഇഫ് യു വാണ്ട് ടു അണ്ടർസ്റ്റാൻഡ് ദാറ്റ് പർട്ടിക്കുലർ ഫുട് പ്രിന്റ്സ്, യു ഹാവ് ടു ലുക്ക് ദ മാർക്കറ്റ് ഇൻ സച്ച് എ വേ ദാറ്റ് ഓൺ എ മെത്തോഡിക്കൽ ബേസിസ്, അല്ലെങ്കിൽ ഒരു പ്രോപ്പർ കണ്ടക്സ്റ്റിൽ ഒരു സ്ട്രക്ചറിന്റെ ഫോർമേഷനിൽ വെച്ച് മാത്രമേ നമുക്ക് മാർക്കറ്റിനെ ആ ഒരു രീതിയിലേക്ക് മനസ്സിലാക്കി എടുക്കാൻ പറ്റത്തുള്ളൂ. സോ ബേസിക്കലി ഫൈനലി എന്താണ് ചെയ്യേണ്ടത്? യുവർ തോട്ട് പ്രോസസ് ഹാവ് ടു ഫ്ലോ ലൈക്ക് എ റിവർ ബിഫോർ ദ മാർക്കറ്റ് റീച്ചസ് ദെയർ. സോ മാർക്കറ്റ് എപ്പോഴും ഞാൻ പറയാറുണ്ട്, മാർക്കറ്റ് ഈസ് ലൈക്ക് എ റിവർ ആൻഡ് ദിസ് റിവറിന് ഒരു കറണ്ട് ഉണ്ട്, അല്ലെ? ഒരു ഫോഴ്സ് ഉണ്ട്. സോ മാർക്കറ്റ് അതിന്റെ ഒറിജിനൽ ഡയറക്ഷനിൽ എത്തുന്നതിന് മുന്നേ തന്നെ നമുക്ക് അതിന് മുന്നേ തന്നെ ഒരു പ്രോസസ്സ് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ ആ പ്രോസസ്സിനെ ബേസ് ചെയ്ത് നമ്മൾ നോക്കുമ്പോൾ യു നോ എങ്ങോട്ടാണ് മാർക്കറ്റ് ഹെഡ് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന്. ദിസ് ഈസ് ദ മാസ്റ്ററി ആൻഡ് ദിസ് ഈസ് പിനാക്കിൾ ഓഫ് ട്രേഡിംഗ് ആൻഡ് ദിസ് ഈസ് ദ പിനാക്കിൾ ഓഫ് സെറ്റിംഗ് യുവർ പ്രോസസ്. ദിസ് ഈസ് ദ പിനാക്കിൾ ഓഫ് ഗെറ്റിംഗ് ഓൺ ദ റൈറ്റ് സൈഡ് ഓഫ് മാർക്കറ്റ്. സോ എവറിത്തിങ് ഈസ് കമ്മിങ് വിത്ത് എ പ്രോപ്പർ context. So what is the context? Context is nothing but trade what you see and trade not what you think, അല്ലേ? നമ്മൾ എന്താണോ കാണുന്നത് ആ കാണുന്നത് മാത്രമേ നമ്മൾ ട്രേഡ് ചെയ്യാവുള്ളൂ. അല്ലാതെ നമ്മൾ ചിന്തിക്കുന്നത് എന്താണോ അത് പോയി ട്രേഡ് ചെയ്യരുത്. ബിക്കോസ് യു ആർ എഗനിസ്റ്റ് ദ കണ്ടെക്സ്റ്റ്. സോ ഇതിൽ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി കണ്ടെക്സ്റ്റ് എന്ന് പറയുന്നത് കണ്ടെക്സ്റ്റ് ഈസ് എവറിത്തിങ്. So what is the context again? So let us deep dive into the context. അപ്പം കണ്ടെക്സ്റ്റ് എന്ന് പറയുന്നത്, സപ്പോസ് നമ്മൾ ഒരു ട്രേഡ് ഒരു ബുള്ളിഷ് സെറ്റപ്പ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുക, റിവേഴ്സായി പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം അങ്ങനെ പോകുന്ന കണ്ടെക്സ്റ്റിൽ നമ്മൾ പോയി സെല്ല് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ ഇറ്റ്സ് എ റോങ് കണ്ടെക്സ്റ്റ്. ഇഫ് യു ആർ ഗോയിങ് ടു ഷോർട്ട് ഓൺ എ ബുള്ളിഷ് സെറ്റപ്പ്, ഇറ്റ്സ് എ റോങ് കണ്ടെക്സ്റ്റ്. ആൻഡ് ഇഫ് യു ആർ ട്രൈങ് ടു ബൈ അറ്റ് എ ബെയറിഷ് കണ്ടെക്സ്റ്റ്, it is a wrong trade setup, then you will be losing. Both cases നമ്മൾ ലൂസ് ആയിക്കൊണ്ടിരിക്കും. കാരണം എന്താണ്? നമ്മളുടെ കണ്ടെക്സ്റ്റിന് എഗെയിൻസ്റ്റ് ആണ് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ബിക്കോസ് അൾട്ടിമേറ്റ്ലി മാർക്കറ്റ് വിൽ ട്രിപ്പ് ഔട്ട് യു ഫ്രം ദ മാർക്കറ്റ്. സോ I know you are not getting it in the right way. Now I will tell you what is the context again. Okay, let me explain. അതായത് നമ്മൾ മാർക്കറ്റ് ഒരു സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്യുന്നു. ഈ ക്രിയേറ്റഡ് സ്ട്രക്ചറിനകത്ത് എന്താണ് നമ്മൾ കാണുന്നത്? മാർക്കറ്റ് ഹാസ് എ റിതമിക് ഫോർമേഷൻ, അല്ലേ? ഒരു മ്യൂസിക് പോലെ, അല്ലെങ്കിൽ ഒരു ഓസിലേറ്ററി മൂവ്മെന്റ് പോലെയാണ് മാർക്കറ്റ് വരുന്നത്. ഈ ഓസിലേറ്ററി മൂവ്മെന്റ് പോലെ മാർക്കറ്റ് വരുമ്പോൾ മാർക്കറ്റ് മേക്സ് എ ഹയർ ഹൈ ഫോർമേഷൻ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. വൺ ലെഗിൽ വിത്തൗട്ട് പുൾ ബാക്ക് ഇറ്റ് ഈസ് ഗോയിങ് ഓൺ ദി അതർ സൈഡ്. ഓക്കെ, അൾട്ടിമേറ്റ്ലി മാർക്കറ്റ് വിൽ ഒരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ എടുത്തിട്ടായിരിക്കും അവിടെ മാർക്കറ്റ് ഒരു സൈഡിലേക്ക് തന്നെ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ആ ഒരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ കഴിഞ്ഞതിന് ശേഷം മാർക്കറ്റ് വിൽ ടേക്ക് എ യു ടേൺ, കം ബാക്ക് ടു മിറ്റിഗേറ്റ് ഒരു 50% ഓഫ് ദ പ്രീവിയസ് ഏരിയ മിറ്റിഗേഷന് വേണ്ടി മാർക്കറ്റ് തിരിച്ചു വരും. സോ ഈ തിരിച്ച് വരുന്ന ഏരിയയിൽ നമ്മൾ അവിടെ എന്തെങ്കിലും ഒരു പുൾ ബാക്കോ അല്ലെങ്കിൽ ആ ഒരു 50% റിട്രേസ് ചെയ്ത് കഴിഞ്ഞാൽ ദ ഹയർ ടൈം ഫ്രെയിം ഈസ് ടെല്ലിങ് യു ദിസ് ഈസ് എ ബുള്ളിഷ് സെറ്റപ്പ്. അത് നമ്മൾ മാർക്കറ്റിന്റെ സ്ട്രക്ചർ നോക്കുമ്പോൾ തന്നെ നമുക്കറിയാൻ പറ്റും. അല്ലെങ്കിൽ ഒരു സൈഡിലേക്ക് തന്നെ മാർക്കറ്റ് ജേണി ആയിട്ടുള്ള മാർക്കറ്റിനെ നോക്കുമ്പോൾ നമുക്കറിയാൻ പറ്റും ഹയർ ടൈം ഫ്രെയിം ഇറ്റ്സ് എ ബുള്ളിഷ് സെറ്റപ്പ്. അല്ലെങ്കിൽ ഡേ വൈസ് ടൈം ഫ്രെയിം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരു ക്യാൻഡിലിന്റെ മുകളിലാണ് അടുത്ത ക്യാൻഡിൽ ക്ലോസ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്നത് എങ്കിൽ യു അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ഇറ്റ് ഇസ് എ ബുള്ളിഷ് സെറ്റപ്പ്, അല്ലേ? അങ്ങനെയുള്ള ബുള്ളിഷ് സെറ്റപ്പ് മാർക്കറ്റ് നിൽക്കുമ്പോൾ ഒരു പർട്ടിക്കുലർ ലെഗിൽ ഒരു 50 മിനിറ്റ്സ് ടൈം ഫ്രെയിമിനകത്തോ അല്ലെങ്കിൽ ഒരു 1 hour ടൈം ഫ്രെയിമിനകത്തോ മാർക്കറ്റ് ഒരു സൈഡിലേക്ക് പോയതിനു ശേഷം തിരിച്ചു വന്നിരിക്കും. എന്തിനു വേണ്ടിയിട്ടാണ്? ടു മിറ്റിഗേറ്റ് ദ പ്രീവിയസ് ഏരിയ. അല്ലെങ്കിൽ ഒരു 50% മാർക്കറ്റ് തിരിച്ചു വന്ന് മിറ്റിഗേഷൻ നടക്കുമ്പോൾ നമ്മൾ എന്താണ് ചെയ്യുന്നത്? യു ആർ ഫീലിംഗ് ദാറ്റ് ദിസ് ഈസ് എ ബെയറിഷ് മാർക്കറ്റ്, അല്ലെ? ഓപ്പോസിറ്റ് ട്രെൻഡ് റിവേഴ്സ് ആയി എന്ന് ചിന്തിക്കുകയാണ്. എന്നിട്ട് വാട്ട് ആർ യു ഡൂയിങ്? യു ആർ സ്റ്റാർട്ട് ഷോർട്ടിങ് ദ മാർക്കറ്റ്. അവിടെ നമ്മൾ ഷോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഫോർഗെറ്റിംഗ് ദാറ്റ് ദ ഹയർ ടൈം ഫ്രെയിം ഈസ് എ ബുള്ളിഷ് സെനാരിയോ. സോ ആ ഒരു കണ്ടെക്സ്റ്റിൽ നമുക്ക് മനസ്സിലാകണം 50% മാർക്കറ്റ് അവിടെ കറക്ഷൻ വരുമ്പോൾ യു ഷുഡ് അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ദിസ് ഈസ് എ മിറ്റിഗേഷണൽ മൂവ്മെന്റ്, അല്ലേ?
ആ മിറ്റിഗേഷണൽ മൂവ്മെന്റിനാണ് മാർക്കറ്റ് വരുന്നത് എന്ന് നമുക്ക് മനസ്സിലായി കഴിയുമ്പോഴത്തേനും യു അണ്ടർസ്റ്റാൻഡ് ദ പ്രോപ്പർ നറേറ്റീവ് ഓഫ് ദ മാർക്കറ്റ്. സോ പ്രോപ്പർ നറേറ്റീവ് ഓഫ് ദ മാർക്കറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സോ യു ഇൻ ദ ഹയർ ടൈം ഫ്രെയിം ഇറ്റ് ഈസ് കമ്മിങ് ഫോർ എ റിട്രേസ്മെന്റ് ഓർ ഇറ്റ്സ് കമ്മിങ് ഫോർ എ പുൾ ബാക്ക് or to coming for a mitigational movement to mitigate 50% of the previous area, then price will eventually take a U-turn from the 50% and go back to the, it will continue the same trend what it was on a higher time frame. സോ ആ ഒരു കണ്ടക്സ്റ്റിൽ നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത്, മാർക്കറ്റ് യു ടേൺ എടുക്കാൻ നിൽക്കുന്ന അതേ സമയത്ത് തന്നെ യു ആർ ഗോയിങ് ആൻഡ് ഷോർട്ടിങ്, യു ആർ ഡൂയിങ് എ റോങ് കണ്ടക്ച്വൽ ട്രേഡ്. അതാണ് അതിനകത്തെ പ്രശ്നം. സോ യുവർ നറേറ്റീവ് ഈസ് ഗെറ്റിംഗ് ഫെയിലിംഗ്. അപ്പം നമ്മൾ യു നീഡ് ടു വെയിറ്റ് ഫോർ ദ വൺ തിങ് ടു ഫോം ദെയർ. അവിടെ നമ്മൾ വെയിറ്റ് ചെയ്യുന്നത് നമ്മളുടെ ആ ഒരു വൺ തിങ് സെറ്റപ്പ് ആ അവിടെ റിട്രേസ്മെൻറ്റിന് വരുമ്പോൾ പ്ലേ ഔട്ട് ചെയ്യുന്നുണ്ടോ, ഉണ്ടെങ്കിൽ യു വിൽ പാർട്ടിസിപ്പേറ്റ്, അതർവൈസ് യു വിൽ വെയിറ്റ് because you are following a mechanical structure. So again, trade what you see and trade not what you think എന്നാണ് നമ്മൾ പറയുന്നത് അല്ലേ. ദിസ് ഈസ് ദ ബിഗ്ഗസ്റ്റ് ലെസൺ. നമ്മളുടെ ട്രേഡിങ്ങിൽ നമ്മൾ ഓർത്തിരിക്കേണ്ട ബേസിക് ആയിട്ടുള്ള കാര്യം ഇതാണ്. ബിക്കോസ് ടെക്നിക്കൽ അനലൈസിസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് നത്തിങ് വിൽ മേക്ക് യു പ്രോഫിറ്റബിൾ. ഓൺലി റീഡിങ് ദ മാർക്കറ്റ് സ്ട്രക്ചർ മേക്ക് യു പ്രോഫിറ്റബിൾ. ബിക്കോസ് മാർക്കറ്റ് സ്ട്രക്ചറിനകത്ത് നമ്മൾ മനസ്സിലാക്കുന്ന കാര്യം എന്താണ്, നമ്മളുടെ മാർക്കറ്റിൻ്റെ കറണ്ട് നറേറ്റീവ് ഓഫ് ദ മാർക്കറ്റ് എന്താണ് എന്നാണ് ഇപ്പോൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ. വാട്ട് ഈസ് ഗോയിങ് ഓൺ ഇൻ ദ മാർക്കറ്റ്, വാട്ട് ഈസ് ദ പ്രൈസ് ഡൂയിങ് റൈറ്റ് നൗ അല്ലേ. പ്രൈസ് എന്താണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഏത് ഡയറക്ഷനിലാണ്, ഹയർ ടൈം ഫ്രെയിമിൽ എവിടെയാണ് മാർക്കറ്റിൻ്റെ സ്ട്രക്ചർ പോയിക്കൊണ്ടിരിക്കുന്നത്. ലോവർ ടൈം ഫ്രെയിമിൽ വരുമ്പം ഇത് ഇൻ്റർമീഡിയറ്റ് ട്രെൻഡ് ആണോ ഓർ ഇറ്റ് ഈസ് എ മെയിൻ ട്രെൻഡ് ആണോ എന്ന് നമുക്ക് കാണുമ്പോൾ അറിയാൻ പറ്റും അല്ലേ. അപ്പം മെയിൻ ട്രെൻഡിൻ്റെ ഹയർ ടൈം ഫ്രെയിമിൻ്റെ ലോ ബ്രേക്ക് ചെയ്യുമ്പോൾ നമുക്കറിയാൻ പറ്റും, അതൊരു ലോ ബ്രേക്ക് ചെയ്യുമ്പോൾ നമുക്കറിയാൻ പറ്റും ഒരു റിവേഴ്സൽ ഓൾറെഡി കിക്ക് സ്റ്റാർട്ട് ചെയ്തത്. പക്ഷേ കൗണ്ടർ ഓർഡർ ഫ്ലോ, ബുള്ളിഷ് ഓർഡർ ഫ്ലോ, ഈവൻ ബെയറിഷിൽ പോലും റിവേഴ്സലിന് വേണ്ടിയിട്ട് 50% റിവേഴ്സലിന് വേണ്ടിയിട്ട് കയറി വരും അല്ലേ. അപ്പം നമ്മൾ നോക്കുന്നത് മാർക്കറ്റ് ആർ വി സ്വീപ്പിംഗ് ദ ലിക്വിഡിറ്റി അല്ലേ. മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ് വരുമ്പോൾ ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്യുകയാണോ എന്നാണ് നോക്കുന്നത്. ഓർ ആർ വി ടാപ്പിംഗ്, എന്താണ് 50% ഓഫ് ദ ഏരിയയുടെ പ്രീവിയസ് ഏരിയയിൽ മാർക്കറ്റ് വന്ന് ടാപ്പ് ചെയ്യുന്ന സമയമാണോ നമ്മൾ എൻ്റർ ചെയ്യാൻ വേണ്ടി നോക്കുന്നത് എന്നാണ് നോക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ പഠിച്ചു വെച്ചിരിക്കുന്ന പല കോൺഫ്ലുവൻസസ് ആ ഏരിയയിൽ ഉണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് നോക്കുന്നത്. അല്ലെങ്കിൽ പിന്നെ നമ്മൾ നോക്കുന്നത് ആ പർട്ടിക്കുലർ ഡേയിൽ അല്ലെങ്കിൽ ആ പർട്ടിക്കുലർ ടൈം ഫ്രെയിമിൽ ഏറ്റവും കൂടുതൽ എക്സ്ചേഞ്ച് ചെയ്യപ്പെട്ടിരിക്കുന്ന വോളിയം എവിടെയാണ് നടന്നിരിക്കുന്നതെന്ന് നോക്കുന്നു. അതുപോലെ തന്നെ ഏതൊരു പർട്ടിക്കുലർ പ്രൈസിലാണ് ആ വോളിയം നടന്നിരിക്കുന്നത് എന്ന് നോക്കുന്നു. അപ്പോൾ രണ്ട് കണ്ടക്സ്റ്റ് വോളിയത്തിൻ്റെ ഇതിൽ നമ്മൾ നോക്കുമ്പോഴത്തേനും, അപ്പോൾ ഈ രണ്ട് കണ്ടക്സ്റ്റിലും നമ്മൾ മാർക്കറ്റിനെ മനസ്സിലാക്കണം. ഒരു പർട്ടിക്കുലർ ടൈമിൽ ഏറ്റവും കൂടുതൽ വോളിയം നടന്നിരിക്കുന്നതും ഒരു പർട്ടിക്കുലർ പ്രൈസിൽ ഏറ്റവും കൂടുതൽ വോളിയം നടന്നിരിക്കുന്നത് ബോത്ത് ആർ ടു ഡിഫറെൻറ്റ് തിങ്സ്. സോ ഈ ഒരു രീതിയിലാണ് നമ്മളുടെ മാർക്കറ്റിൻ്റെ നറേറ്റീവ് മനസ്സിലാക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിനെ ചുരുക്കത്തിൽ പറയുകയാണെങ്കിൽ ഫോക്കസ് ഓൺ ബിൽഡിങ് എ നെറേറ്റീവ് അല്ലേ. നമ്മളുടേതായിട്ടുള്ള ഒരു നെറേറ്റീവ് കണ്ടുപിടിക്കുക. അതായത് മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ് എങ്ങോട്ടാണ് പോകാനുള്ള ഏകദേശം പ്രഡിക്ഷൻ നമുക്ക് ചെയ്യാൻ പറ്റുമല്ലോ. അപ്പം ഫോക്കസ് ഓൺ ബിൽഡിങ് എ നെറേറ്റീവ്, ദെൻ യു അണ്ടർസ്റ്റാൻഡ് ദ കണ്ടക്സ്റ്റ് അല്ലേ. അപ്പം നമുക്ക് ആ കണ്ടക്സ്റ്റ് മനസ്സിലാക്കാൻ പറ്റും. സോ അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യും, ഫോക്കസ് ഓൺ വൺ ഗോൾ. നമ്മളുടെ ആ ഒരു ഗോൾ നമ്മൾ ഫോക്കസ് ചെയ്യണം. അപ്പം വൺ ഗോളിന് വേണ്ടി ഫോക്കസ് ചെയ്യണമെങ്കിൽ വാട്ട് യു ഹാവ് ടു ഡു, വൺ സെറ്റപ്പ്, വൺ ട്രേഡ് ആൻഡ് വൺ ടൈപ്പ് ഓഫ് എക്സിക്യൂഷൻ. ദിസ് ഈസ് മോർ ഇമ്പോർട്ടൻറ്റ്. ഇത് നിങ്ങളുടെ മനസ്സിൽ, ബ്രെയിനിൽ യു ഹാവ് ടു ബേൺ ദിസ് ഇൻ യുവർ ബ്രെയിൻ ഓർ ഇൻ യുവർ മൈൻഡ്. വൺ സെറ്റപ്പ്, വൺ ട്രേഡ് ആൻഡ് വൺ ടൈപ്പ് ഓഫ് എക്സിക്യൂഷൻ. ആൻഡ് ദ വൺ ടൈപ്പ് ഓഫ് എക്സിക്യൂഷൻ എന്ത് ചെയ്യണം, യു ഹാവ് ടു പ്രാക്ടീസ് ഇറ്റ് 10,000 times. അതാണ് കാര്യം. വൺ ടൈപ്പ് ഓഫ് എക്സിക്യൂഷൻ യു ഹാവ് ടു പ്രാക്ടീസ് ഇറ്റ് 10,000 times. 10,000 പ്രാവശ്യം നമ്മളത് റിപ്പീറ്റ് ചെയ്യണം. ദെൻ യു ബിക്കം മെക്കാനിക്കൽ. Otherwise, you become emotionally attached to trading and you are going to be an amateur trader or a casual trader or a social gambling trader, and you will have the dopamine of addiction trading. So, what are we going to do? You have to be a professional trader and you will not have a dopamine of addiction. If you don't want to create a dopamine of addiction, അല്ലേ, നമ്മളുടെ അഡിക്ഷൻ ഇല്ലാതെ ഇരിക്കണമെങ്കിൽ യു ഹാവ് ടു പ്രാക്ടീസ് ഇറ്റ് മെക്കാനിക്കലി. 10,000 പ്രാവശ്യം, 15,000 പ്രാവശ്യം, 180 ദിവസം, 365 ദിവസം യു ഹാവ് ടു പ്രാക്ടീസ്.
Practice and practice and practice and refine until you are happy with it. So this way you can perfect your trading setup. So ഈ ട്രേഡിംഗ് ആൻഡ് പെർഫെക്ഷനിസം ഈസ് ഓപ്പോസിറ്റ് അല്ലേ. ട്രേഡിങ്ങിൽ പെർഫെക്ഷനിസം എന്നൊരു പറയുന്ന ഒരു സംഭവം കൊണ്ടുവരാൻ നമുക്ക് പറ്റത്തില്ല. പക്ഷേ കാരണം ബിക്കോസ് ട്രേഡിങ്ങിൻ്റെ വിന്നിങ് റേഷ്യോ ആൻഡ് ലൂസിങ് റേഷ്യോ ഇറ്റ് ഈസ് സബ്ജക്റ്റീവ്. ജയിക്കാം ജയിക്കാതിരിക്കാം എന്നുള്ള രീതിയിലാണ് വരുന്നത്. ബട്ട് നമ്മളിങ്ങനെ പ്രാക്ടീസ് ചെയ്യുമ്പോൾ യു ക്യാൻ പെർഫെക്റ്റ് യുവർ സെൽഫ് അല്ലേ. ബിക്കോസ് യു വിൽ സ്റ്റിക്ക് ടു ദ വൺ സെറ്റപ്പ്, വൺ ട്രേഡ്, വൺ ടൈപ്പ് ഓഫ് എക്സിക്യൂഷൻ. സോ അങ്ങനെ നമുക്ക് ഓരോരുത്തർക്കും പെർഫെക്റ്റ് യുവർ ആക്ഷൻസ് അല്ലേ. ദെൻ യു ക്യാൻ ബി ഡിസിപ്ലിൻഡ് ഇനഫ് ടു എക്സിക്യൂട്ട് യുവർ മോഡൽ പെർഫെക്റ്റ്ലി. അങ്ങനെ മാത്രമേ നമുക്ക് നമ്മളെ തന്നെ ഡിസിപ്ലിൻ ചെയ്ത് മുന്നോട്ട് കൊണ്ടുവരാൻ പറ്റത്തുള്ളൂ. അപ്പം നമ്മൾ പെർഫെക്റ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്കെന്താണ്, അങ്ങനെ നമ്മൾ പെർഫെക്റ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്കിത് ബാക്ക് ടെസ്റ്റ് ചെയ്യാൻ പറ്റും അല്ലേ, ഫോർവേഡ് ടെസ്റ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഫോർവേഡ് ടെസ്റ്റ് ചെയ്യാൻ പറ്റി കഴിയുമ്പോഴത്തേനും നമ്മൾ എന്ത് ചെയ്യണം, യു ഹാവ് ടു സ്റ്റാർട്ട് സ്മോൾ അല്ലേ. യു ഹാവ് ടു സ്റ്റാർട്ട് വിത്ത് മൈക്രോസ് എന്ന് പറഞ്ഞാൽ ചെറിയ എമൗണ്ട് ഇട്ട് നമ്മൾ ട്രേഡ് ചെയ്യുക. സ്ലോലി ബിൽഡ് യുവർ കോൺഫിഡൻസ്. പതുക്കെ നമ്മൾ കോൺഫിഡൻസ് ബിൽഡ് ചെയ്യുക അല്ലേ. പിന്നെ സ്ലോലി ബിൽഡപ്പ് യുവർ ലോട്ട് സൈസ്. കോൺഫിഡൻസ് ബിൽഡപ്പ് ചെയ്തുകൊണ്ട് വരുമ്പോഴത്തേനും നമുക്ക് നമ്മുടെ ലോട്ട് സൈസ് സ്ലോലി ഇൻക്രീസ് ചെയ്യാൻ പറ്റും. അങ്ങനെ നമുക്ക് നമ്മളുടെ ട്രേഡിംഗ് സെറ്റപ്പ് അല്ലേ, അത് നമുക്ക് പെർഫെക്റ്റ് മുന്നോട്ട് കൊണ്ടുവരാൻ പറ്റും. അതുപോലെ തന്നെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മളുടെ റൂൾസിൽ നിന്നും യു ഷുഡ് നോട്ട് ഡീവിയേറ്റ്. ഓൾവേസ് സ്റ്റിക്ക് ടു യുവർ റൂൾസ്. ആ റൂൾസ് നമ്മൾ ഫോളോ ചെയ്യാതിരിക്കുമ്പോൾ യു ആർ ഡിസ്റ്റർബിങ് ദ കംപ്ലീറ്റ് ട്രേഡിംഗ് സെറ്റപ്പ്. യു ആർ ഡിസ്റ്റർബിങ് ദ കംപ്ലീറ്റ് ട്രേഡിംഗ് പ്രോസസ്. ഇറ്റ് ഷുഡ് നോട്ട് ബി ദ കേസ്. സോ നമ്മൾ finally we are coming back to the same thing as per the Mark Douglas theory. What have we learned? എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചത്? Trading has a process. Trading has three layers of trading. അതിലൊന്നാണ് മെക്കാനിക്കൽ പ്രോസസ്, സബ്ജക്റ്റീവ് ആൻഡ് ഇൻറ്റ്യൂട്ടീവ്. Intuitive will take years and years, and mechanical you can repeat the process again and again and again അല്ലേ. നമുക്ക് വീണ്ടും മെക്കാനിക്കൽ റിപ്പീറ്റ് ചെയ്യാം. ആൻഡ് there subjectivity comes in, and you will have the proper context to trade. And ആ കണ്ടക്സ്റ്റിനെ പറ്റി നമ്മൾ ട്രേഡ് ചെയ്യുമ്പോൾ you will have one trade setup, one trade, one type of execution, and this is the best I can tell you. Okay, now you are watching Trading Secrets YouTube channel, and my goal is to make you profitable every day. ഈ റിസ്ക് റിവാർഡ് എന്ന് പറയുന്നതിനകത്ത് നമ്മളുടെ ഇമോഷണൽ സ്റ്റേറ്റ് ഓഫ് ബീയിങ് അതെങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത് എന്നുള്ളതാണ് ഇതിനകത്തൂടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ ഞാൻ ശ്രമിക്കുന്നത്. നമുക്ക് ജോയ് ആൻഡ് ഹാപ്പിനെസ്. അപ്പോൾ ജോയ് ഇത് ആക്ച്വലി നമ്മൾ നോക്കുമ്പം രണ്ടും ഒന്നാണെന്ന് നമുക്ക് തോന്നും. ആക്ച്വലി എന്താണ്, വാട്ട് ഇസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ജോയ് ആൻഡ് ഹാപ്പിനെസ്? ജോയ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കുണ്ടാകുന്ന ഒരു ഇന്നർ ഫീലിംഗ് ആണ് ജോയ് എന്ന് പറയുന്നത്. ഇനി ജോയ് എന്ന് പറയുന്നത് ഒരു ഇന്നർ ഫീലിംഗ് നമുക്ക് ക്രിയേറ്റ് ചെയ്യപ്പെടണമെങ്കിൽ അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എഴുതി വെച്ചിരിക്കുന്ന പോലെ തന്നെ ജോയ് എൻഡ്യൂയേഴ്സ് ഹാർഡ്ഷിപ്പ് ആൻഡ് ട്രയൽസ് അല്ലേ. നമ്മൾ വളരെ കഠിനമായ പാതയിൽ കൂടി കടന്നു പോയി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ആ ജോയ് കിട്ടത്തുള്ളൂ അല്ലേ. ഈ ജോയ് ഉണ്ടാകുന്നത് ഇറ്റ് കണക്ട്സ് വിത്ത് എ മീനിങ് ആൻഡ് പർപ്പസ്. നമ്മൾ ഒരു കാര്യം നമ്മൾ കീപ്പ് ഓൺ റിപ്പീറ്റ് ചെയ്ത് അതിനകത്ത് സക്സസ്ഫുൾ ആയി കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു പസിൽ സോൾവ് ചെയ്യാൻ പറ്റുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ഫീലിംഗ് ആണ് ഈ ജോയ് എന്ന് പറയുന്നത്. അപ്പോൾ ജോയ് ഈസ് എ ഫീലിംഗ് ഓഫ് ഡീപ്പ് ഹാപ്പിനെസ് ആൻഡ് കണ്ടൻമെൻറ്റ്. കണ്ടൻമെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് നത്തിങ് ബട്ട് സാറ്റിസ്ഫാക്ഷൻ അല്ലേ. നമുക്ക് നമ്മളുടെ ഉള്ളിൽ ഉണ്ടാകുന്ന ഒരു ഫീലിംഗ് ആണ് ജോയ് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ എന്താണ് ഹാപ്പിനെസ്? ഹാപ്പിനെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഒരു ജോയ് ഇന്നർ ഫീലിംഗ് ആണെങ്കിൽ ഹാപ്പിനെസ് ഈസ് ഔട്ട്വേർഡ് എക്സ്പ്രഷൻ. ഓക്കെ, അപ്പോൾ ഈ ഔട്ട്വേർഡ് എക്സ്പ്രഷൻ എന്ന് പറയുന്നത് ഹാപ്പിനെസ് ഈസ് എ മെൻ്റൽ ഓർ ഇമോഷണൽ സ്റ്റേറ്റ് ഓഫ് പോസിറ്റീവ് പ്ലസൻറ്റ് ഫീലിങ്സ് എന്ന് നമുക്ക് പറയാം അല്ലേ. മെൻ്റൽ ഓർ ഇമോഷണൽ സ്റ്റേറ്റ് ഓഫ് നമുക്കൊരു കിട്ടുന്ന ഒരു പ്ലസൻറ്റ് ഫീലിങ്സ് ആണ് ഹാപ്പിനെസ് എന്ന് പറയുന്നത്. അപ്പം ഈ ഹാപ്പിനെസ്സിനെ നമ്മൾ റിലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എക്സ്റ്റേണൽ തിങ്സ് നമുക്ക് കിട്ടുമ്പോഴാണ് നമ്മളുടെ ഹാപ്പിനെസ് എന്ന് പറയുന്നത്. സപ്പോസ് നമ്മൾ ഒരു ഐഫോൺ മേടിക്കുന്നു, ഒരു കാർ മേടിക്കുന്നു, അല്ലെ കുറച്ച് ജ്വല്ലറി മേടിക്കുന്നു, അല്ലെ ഒരു അപ്പാർട്ട്മെൻറ്റ്, ഒരു ബംഗ്ലോ മേടിക്കുന്നു. അപ്പോൾ ഇതെല്ലാം നമുക്ക് എക്സ്റ്റേണൽ തിങ്സ് ആണ്. ആ എക്സ്റ്റേണൽ തിങ്സിനെ നമ്മൾ അച്ചീവ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അതിനെ നമ്മൾ മേടിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് ഹാപ്പിനെസ് എന്ന് പറയുന്നത്. സോ ബേസിക്കലി നമ്മൾ നോക്കുമ്പോൾ ജോയ് എന്ന് പറയുന്നത് ഇന്നർ ഫീലിങ്സും ആൻഡ് ഹാപ്പിനെസ് എന്ന് പറയുന്നത് എക്സ്റ്റേണൽ ഫീലിങ്സും ഔട്ട്വേർഡ് എക്സ്പ്രഷനാണ്.
അപ്പോൾ ഇതിനെ നമ്മൾ നോക്കുമ്പോൾ ഇൻ്റർചേഞ്ചബിളി നമ്മൾ ഇതിൻ്റെ രണ്ടിൻ്റെ മീനിങ് എടുത്ത് വെച്ച് നോക്കുമ്പോൾ ജോയ് ആൻഡ് ഹാപ്പിനെസ് എന്ന് പറയുന്നത് എല്ലാം ഒരുപോലെ തോന്നും. പക്ഷേ ഇത് രണ്ടും രണ്ട് പെർസ്പെക്റ്റീവ്സ് ആയിട്ടാണ് നമ്മൾ ഇതിനെ കാണുന്നത്. അപ്പോൾ ഹാപ്പിനെസ് നമുക്ക് എപ്പോഴും നമ്മൾ നോക്കുന്നത് എന്താണ്, ഒരു ജനറൽ സെൻസ് ഓഫ് വെൽബീയിങ് എന്ന് പറയും നമുക്ക് ഈ ഹാപ്പിനെസ് എന്ന് പറയുന്നത്, അല്ലേ? ഒരു ജനറൽ സെൻസ് ഓഫ് കണ്ടൻറ്റ്മെൻറ്റ്, ഒരു ജനറൽ സെൻസ് ഓഫ് സാറ്റിസ്ഫാക്ഷൻ, അതാണ് ഹാപ്പിനെസ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു മോർ സസ്റ്റെയിൻഡ് സ്റ്റേറ്റ് ഓഫ് പോസിറ്റീവ് ഇമോഷനാണ് ഹാപ്പിനെസ് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നമ്മൾ ഈ ജോയ് എന്ന് പറയുന്നത് എന്താണ്, കൺസിഡേർഡ് എ മോർ ഇൻറ്റൻസ് ആൻഡ് മൊമെൻ്ററി ഇമോഷനാണ് ഈ ജോയ് എന്ന് പറയുന്നത്. ഈ മൊമെൻ്ററി ഇമോഷൻ നമുക്ക് എങ്ങനെയാണ് വരുന്നത്? ത്രൂ ഹാർഡ്ഷിപ്സിൽ കൂടെ മാത്രമേ ഈ മൊമെൻ്ററി ഇമോഷൻ വരുള്ളൂ. അപ്പം ജോയ് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യണമെങ്കിൽ അതൊരു സ്പെസിഫിക് ഇവൻറ്റിനെ റിലേറ്റ് ചെയ്തിട്ടായിരിക്കും, അല്ലെങ്കിൽ ഒരു സ്പെസിഫിക് അച്ചീവ്മെൻറ്റ് നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ ഉണ്ടാക്കിയെടുക്കുമ്പോഴായിരിക്കും, അല്ലെങ്കിൽ ഇറ്റ്സ് എ മോമെൻ്റ് ഓഫ് കണക്ഷൻ, അല്ലേ? ഒരു മോമെൻ്റ് ഓഫ് കണക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പർട്ടിക്കുലർ പസിൽ നമ്മൾ സോൾവ് ചെയ്യുക, അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ ട്രേഡ് സെറ്റപ്പ് പ്രാക്ടീസ് ചെയ്ത് നമ്മൾ അതിനകത്ത് വിൻ ചെയ്ത് കഴിയുമ്പോഴാണ് നമുക്ക് ജോയ് എന്ന് പറയുന്നത്. സോ ആ ജോയ് എക്സ്പീരിയൻസ് ചെയ്യുക എന്നുള്ളതാണ് നമ്മളുടെ ആത്യന്തികമായിട്ടുള്ള ലക്ഷ്യം. ബിഫോർ സ്റ്റാർട്ടിങ് ദ ട്രേഡിങ് നമ്മൾ ആദ്യം നോക്കേണ്ടത് നമുക്ക് ആ ജോയ് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ്. അപ്പം ഈ ഹാപ്പിനെസ് ലിങ്ക്ഡ് ടു എക്സ്റ്റേണൽ ഫാക്ടേഴ്സ്, അല്ലേ? ഈ എക്സ്റ്റേണൽ ഫാക്ടേഴ്സിനെ കംപ്ലീറ്റ്ലി ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഈ ഹാപ്പിനെസ് വരുന്നത്. വേറെ ജോയ് നമ്മളുടെ വിത്തിൻ അവേഴ്സെൽസ് ഫോം ചെയ്യുന്ന ഒരു ഫീലിങ്സ് ആണ്. അപ്പോൾ എക്സ്റ്റേണൽ സറൗണ്ടിങ്സുമായിട്ട് ഈ ജോയിക്ക് യാതൊരുവിധ ബന്ധവും ഇല്ല. അപ്പോൾ നമ്മൾ ചുരുക്കി പറയുകയാണെങ്കിൽ ജോയ് എപ്പോഴും അസോസിയേറ്റ് ചെയ്യുന്നത് എന്തെല്ലാം ഫാക്ടേഴ്സാണ്? നമ്മളുടെ പേഴ്സണൽ ഗ്രോത്ത്, സ്പിരിച്വൽ എക്സ്പീരിയൻസസ് ഓർ ഡീപ്പ് കണക്ഷൻസ് വിത്ത് അതേഴ്സ്. അപ്പോൾ ഇങ്ങനെ അതൊരു എക്സ്റ്റേണൽ ഫാക്ടേഴ്സുമായിട്ട് കണക്ട് ചെയ്യുന്ന ഒരു കാര്യമേ അല്ല, ഇന്നർ ഫീലിങ്സ് ആണ്, വിത്തിൻ അവർ സെൽസ്, അല്ലേ? അതിനാണ് നമ്മൾ ജോയ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ നോക്കുമ്പം ഹാപ്പിനെസ്സും ജോയിയും കൂടെ നമ്മൾ കമ്പാരിസൺ, ഒരു കോറിലേറ്റീവ് സ്റ്റഡി നടത്തുകയാണെങ്കിൽ ഇത് തമ്മിലുള്ള ബേസിക് ഡിഫറൻസ് എന്ന് പറയുന്നത്, ഹാപ്പിനെസ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ ബ്രോഡ് സ്റ്റേറ്റ് ഓഫ് ഇമോഷണൽ വെൽബീയിങ്, അല്ലേ? അല്ലെങ്കിൽ ഒരു ബ്രോഡ് ഇമോഷണൽ സ്റ്റേറ്റ് എന്ന് നമുക്ക് ഹാപ്പിനെസ്സിനെ പറയാം. അപ്പം ജോയ് എന്തായിരിക്കും? വിത്തിൻ ഇൻസൈഡ് ആയതുകൊണ്ട് ഇറ്റ്സ് എ മൈക്രോ ലെവൽ സ്ട്രക്ചർ എന്ന് നമുക്ക് പറയാൻ പറ്റും, അല്ലേ? സോ ഓൺ എ ഗ്ലോബൽ ലെവൽ ഓർ എ മാക്രോ ലെവൽ ഹാപ്പിനെസ് കംസ് ഇൻ പ്ലേസ്. ഓക്കെ, നൗ ഓൺ എ മൈക്രോ ലെവൽ, അതായത് ചെറിയ രീതിയിൽ ജോയ് കംസ് ഇൻസൈഡ്. ഓക്കെ, അപ്പോൾ നമ്മളെ സംബന്ധിച്ച് ട്രേഡിങ്ങിൽ നമ്മൾ വിജയിക്കണമെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്കൊരു പാഷൻ വേണം. ആ പാഷനെ ക്രിയേറ്റ് ചെയ്ത് നമ്മൾ മുന്നോട്ട് പോകുമ്പോഴത്തേനും ആ പാഷൻ നമുക്ക് ഒരു ജോയ് ക്രിയേറ്റ് ചെയ്ത് തരുന്നതായിരിക്കണം. ആദ്യത്തെ നമ്മുടെ ഈ ഹാർഡ്ഷിപ്പിൽ കംപ്ലീറ്റ്ലി മുന്നോട്ട് പോകുന്ന സമയങ്ങളിൽ മുഴുവനും ഈ ജോയ് നമുക്കുണ്ടാകണം. സോ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഡോണ്ട് ലുക്ക് അറ്റ് ക്രിയേറ്റിംഗ് മണി, അല്ലെങ്കിൽ വെൽത്ത് ക്രിയേഷൻ ആയിരിക്കരുത് നമ്മളുടെ ഇനീഷ്യൽ സ്റ്റേറ്റ് ഓഫ് നമ്മളുടെ ആ ഒരു തുടക്കം എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ആ ഒരു ഹാർഡ്ഷിപ്പ് നമ്മൾ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഒരു സമയം കൊടുക്കണം. അപ്പോൾ ആ സമയം മുഴുവനും യു ഷുഡ് ഫീൽ ദ ജോയ്, നോട്ട് ഹാപ്പിനെസ്. ഹാപ്പിനെസ് വിൽ ഫോളോ യു വൺസ് യു ഗെറ്റ് ദ ജോയ്. ദിസ് ഈസ് ദ മെയിൻ തിങ്. അപ്പോൾ നമുക്ക് ഹാപ്പിനെസ് വരണമെങ്കിൽ ജോയ് ഉണ്ടായി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഹാപ്പിനെസ് ഓട്ടോമാറ്റിക്കലി അതായത് നമ്മൾ ട്രേഡിങ്ങിൽ നമ്മൾ പറയുന്നത് എന്താണ്? ഇഫ് യു ഫോളോ ദ പ്രോസസ്, പ്രോഫിറ്റ് വിൽ ഫോളോ യു. സെയിം വേ. അപ്പോൾ ഇഫ് യു വാണ്ട് ദിസ് പ്രോഫിറ്റ് ടു ബി ഫോളോഡ് യു, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ചെയ്യേണ്ടത് യു ഹാവ് ടു ഫോളോ ദ പ്രോസസ്. സിമിലർലി ഇഫ് യു വാണ്ട് ടു ഹാവ് ദ ഹാപ്പിനെസ്, and with the happiness, logically if you are thinking happiness, how to connect to the happiness, you are going to buy phone, car, jewelry, apartment, whatever you want. Okay, അപ്പോൾ all those external things will give you happiness, and if you cannot feel the joy in the initial stage, you will never have the happiness. So joy is the time period where you will have the hardships, and ആ വരുന്ന ഹാർഡ്ഷിപ്പിൽ അല്ലെങ്കിൽ ആ വരുന്ന ബുദ്ധിമുട്ടുകളിൽ നമ്മളുടെ വിത്തിൻ അവർ സെൽസ് നമുക്ക് ഒരു ജോയ് ക്രിയേറ്റ് ചെയ്ത് മുന്നോട്ട് പോകുമ്പോഴാണ് ഓട്ടോമാറ്റിക്കലി ഹാപ്പിനെസ് വിൽ കം. മാർക്കറ്റിൽ നമ്മൾ ട്രേഡ് ചെയ്യുമ്പോൾ നമുക്ക് രണ്ട് രീതിയിലുള്ള ലോസസ് വരും. അതിലൊന്നാണ് ഗുഡ് ലോസസ്, രണ്ടാമത്തേതാണ് ബാഡ് ലോസസ്. ഇനി ബാഡ് ലോസസും ഗുഡ് ലോസസും തമ്മിലുള്ള നമ്മൾ എങ്ങനെയാണ് അതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത്? ഇറ്റ് ഇസ് നോട്ട് അബൌട്ട് ഹൗ മച്ച് മണി യു ലൂസ്, അല്ലേ? നമ്മൾ എത്രമാത്രം പൈസ ഇതിനകത്ത് നമുക്ക് നഷ്ടപ്പെടുന്നു എന്നതിനെ വിചാരിച്ചല്ല നമ്മൾ ഈ ഗുഡ് ലോസസും ബാഡ് ലോസസും നമ്മൾ അതിനെ ഡിസ്റ്റിങ്വിഷ് ചെയ്യുന്നത്. അപ്പം ഇറ്റ്സ് അബൌട്ട് ദ കണ്ടക്സ്റ്റ്, അല്ലേ?
കണ്ടക്സ്റ്റ് എന്താണ്? ഗുഡ് ലോസസിൻ്റെ കണ്ടക്സ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടക്ച്വൽ അണ്ടർസ്റ്റാൻഡിങ്. നമ്മളൊരു ട്രേഡ് പ്ലാൻ ചെയ്തു, എന്നിട്ട് അതൊരു പെർഫെക്റ്റ് എൻട്രി ആയിരുന്നു. നമുക്ക് മൾട്ടിപ്പിൾ കൺഫർമേഷൻസ് നമ്മൾ ആ ട്രേഡ് എടുക്കുന്നതിന് മുമ്പ് തന്നെ എടുത്തു. അൺഫോർച്ചുനേറ്റ്ലി പെട്ടെന്നൊരു ന്യൂസ് വരുന്നു. ആ ന്യൂസ് വരുന്നു, മാർക്കറ്റ് പെട്ടെന്നൊരു യൂ ടേൺ എടുക്കുന്നു, നമ്മൾ SL വന്ന് ഹിറ്റ് ആവുന്നു, സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്യുന്നു, നമ്മൾ ലോസിലായിപ്പോയി. ബിക്കോസ് നമ്മൾ ഇതൊരു ട്രേഡ് പ്രോസസ് പ്ലാനിലാണ് നമ്മൾ ട്രേഡ് ചെയ്തിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്കിതിനെ ഗുഡ് ലോസ് എന്ന് പറയാൻ പറ്റും. അപ്പോൾ ബാഡ് ലോസസ് എന്താണ്? ബാഡ് ലോസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു ട്രേഡ് എടുക്കുന്നു, സിമ്പിളി ഒരു ട്രേഡ് എടുക്കുന്നു, ഒരു പ്രോസസ്സും ഒന്നും നമ്മൾ ഫോളോ ചെയ്യുന്നില്ല. പെട്ടെന്ന് നമ്മൾ ആ പ്രോസസ്സ് ഒന്നും ഫോളോ ചെയ്യാതെ നമ്മൾ ഒരു ട്രേഡ് എടുക്കുന്നു, അതിൽ നമ്മളൊരു ലോസ് ഉണ്ടാക്കി വരുന്നു. അപ്പോൾ ഇമീഡിയറ്റ്ലി തന്നെ അതിൽ ആ ലോസ് വരുമ്പോഴത്തേനും നമ്മൾ പെട്ടെന്ന് ഫ്രസ്ട്രേറ്റഡ് ആയി. അതിനുശേഷം ഇമീഡിയറ്റ്ലി നമ്മൾ ആംഗ്രി ആയി, അല്ലേ? നമുക്ക് അരിശം വരുന്നു. അതിനുശേഷം നമ്മൾ വീണ്ടും ഒരു ട്രേഡ്, ആ ലോസ് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് വീണ്ടും ഒരു ട്രേഡ് ചെയ്യുന്നു. അപ്പം നമ്മൾ എന്താണ് സംഭവിക്കുന്നത് അവിടെ? യു ആർ നോട്ട് കെയറിങ് അബൌട്ട് ദ കോൺഫ്ലുവൻസസ്, അല്ലേ? നമ്മളെ ട്രേഡ് പ്രോസസ്സിനെ പ്ലാൻ ചെയ്ത് നമ്മൾ ചെയ്യേണ്ട ഒരു പ്ലാനിങ് നമുക്കില്ലാതെ വരുന്നു, അല്ലേ? നമുക്ക് യു ആർ ഡോണ്ട് കെയർ അബൌട്ട് ദ കോൺഫ്ലുവൻസസ്, യു ആർ നോട്ട് കെയറിങ് അബൌട്ട് ദ കൺഫർമേഷൻസ്, അല്ലേ? യു ആർ ട്രേഡിങ് അറ്റ് റാൻഡം, അല്ലേ? നമ്മളൊരു റാൻഡം ആക്ടിവിറ്റിയിലേക്ക് നമ്മൾ കടന്നിരിക്കുകയാണ്. അപ്പോൾ ഈ ലെസൺസിൻ്റെ ബിഗിനിങ്ങിൽ തന്നെ ഞാൻ പറഞ്ഞൊരു കാര്യമുണ്ട്, ഹൗ യു ഡു വൺ തിങ് ഈസ് ഹൗ യു ഡു എവറിത്തിങ്, അല്ലേ? അപ്പോൾ നമ്മൾ റാൻഡം ട്രേഡ്സ് ഫോളോ ചെയ്യുവാണെങ്കിൽ എന്താണ് സംഭവിക്കുന്നത്? റാൻഡം ട്രേഡ് ഫോളോ ചെയ്യുമ്പോൾ നമ്മളൊന്നിനെപ്പറ്റിയും കെയർ ചെയ്യുന്നില്ല, നമ്മളൊന്നിനെപ്പറ്റിയും നമ്മുടെ കോൺഫ്ലുവൻസസും ബാക്കി കാര്യങ്ങളും കൺഫർമേഷൻസും അറ്റ്ലീസ്റ്റ് നമ്മൾ ട്രേഡിങ്ങിൽ പാലിക്കപ്പെടേണ്ടതായിട്ടുള്ള ഘടകങ്ങളൊന്നുമില്ല, എല്ലാം നമ്മൾ കാറ്റിൽ പറത്തി, അല്ലേ? യു ആർ ത്രോയിങ് ഇറ്റ് ഔട്ട് എവരിവെയർ. അപ്പം അതിനുശേഷം എന്താണ് സംഭവിക്കുന്നത്? അങ്ങനെ ഉണ്ടാകുന്ന ലോസിനെയാണ് നമ്മൾ ബാഡ് ലോസസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ബാഡ് ലോസസ് എന്ന് പറയുന്നത് ദീസ് ആർ ദ മോസ്റ്റ് പെയിൻഫുൾ എക്സ്പീരിയൻസ് ഫോർ എനി ട്രേഡർ, അല്ലേ? അപ്പം ഈ ഗുഡ് ലോസസിൽ എന്താണ് ആക്ച്വലി സംഭവിക്കുന്നത്? ഗുഡ് ലോസസിൽ നമ്മുടെ ഇമോഷൻസ് ആർ ടേക്കൺ ഓഫ്, അല്ലേ? ഗുഡ് ലോസസ് ബിക്കോസ് നമ്മൾ ട്രേഡ് പ്ലാനിലാണ് നമ്മൾ ബിലീവ് ചെയ്യുന്നത്, ആ പ്രോസസ്സിലാണ് നമ്മൾ സ്റ്റിക്ക് ഓൺ ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മളുടെ ഇമോഷൻസ് ആർ ടേക്കൺ ഓഫ് ആൻഡ് ഇറ്റ് ഈസ് ടേക്കൺ കെയർ ഓഫ് എന്ന് നമുക്ക് പറയാം. അപ്പോൾ ബാഡ് ലോസസിൽ എന്താണ് സംഭവിക്കുന്നത്? ബാഡ് ലോസസിൽ ഇമോഷൻസ് ആർ ഇൻവോൾവ് ഇൻ, അല്ലേ? ആ ഇമോഷൻസ് ആ ട്രേഡിൻ്റെ ഒപ്പം തന്നെ നമ്മൾ ചെയ്യുന്ന കാര്യത്തിനൊപ്പം തന്നെ ഇമോഷൻസും ഇൻക്ലൂഡഡ് ആണ്. അതുകൊണ്ട് അതിന് നമ്മൾ ബാഡ് ലോസസ് എന്ന് പറയുന്നു. അപ്പോൾ ഇനി നമ്മൾക്ക് എല്ലാവർക്കും ബാഡ് ലോസസ് ഉണ്ട്, അല്ലേ? ബാഡ് ലോസസ് ഇല്ലാത്ത ആരുമില്ല. അപ്പം ഇതിൽ നിന്നും നമ്മൾ എടുക്കേണ്ടത് കീ ടേക്ക് അവേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? കീ ടേക്ക് അവേ എന്ന് പറഞ്ഞാൽ ദീസ് ആർ ദ വാല്യൂബിൾ ലെസൺസ് ഫോർ എനി ട്രേഡർ. നമുക്ക് ബാഡ് ലോസസ് ഉണ്ടാകുമ്പോൾ, നമ്മൾ ട്രേഡ് പ്രോസസ്സിനെ അല്ലാതെ നമ്മൾ ചെയ്യുമ്പോൾ, അതാണ് നമുക്ക് ഏറ്റവും കൂടുതൽ നമ്മുടെ ഏറ്റവും വലിയ ടീച്ചർ എന്ന് പറയുന്നത്. മോസ്റ്റ് പെയിൻഫുൾ ലോസസ്, അല്ലേ? ബിക്കോസ് പെയിൻ ഈസ് ദ ഗ്രേറ്റ് ടീച്ചർ, അല്ലേ? നമ്മൾ ആ ഒരു ടീച്ചറിനെ ആ പെയിൻ ഉണ്ടാകുമ്പോൾ നമ്മൾ അതിനെ ലിസൺ ചെയ്യുകയും അതിനെ പഠിക്കുകയും ചെയ്യുമ്പോഴാണ് നമുക്ക് കൂടുതൽ നോളജ് വരുന്നത്, വിസ്ഡം വരുന്നത്, അല്ലേ? അപ്പോൾ യൂസ് പെയിൻ ടു ഗെറ്റ് റിഡ് ഓഫ് യുവർ ബാഡ് ട്രേഡിംഗ് ഹാബിറ്റ്സ്. അപ്പം നമുക്ക് ഒരു ലോസ് ഉണ്ടായി, ഓക്കെ, ഇറ്റ്സ് അക്സെപ്റ്റബിൾ. അപ്പോൾ നമ്മൾ അതിനെ കൈകാര്യം ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ബാഡ് ട്രേഡിംഗ് ഹാബിറ്റ്സ് അതിനെ കൂടുതൽ റിഫൈൻ ചെയ്ത് കൊണ്ടുവരിക എന്നുള്ളതാണ് ഇതിനകത്ത് ഏറ്റവും വലിയ കീ ടേക്ക് അവേ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ നിന്നും നമ്മളുടെ ട്രേഡിംഗ് പ്ലാൻ ഫോളോ ചെയ്യുമ്പോൾ എന്തെല്ലാം കാര്യങ്ങളാണ് സംഭവിക്കുന്നത്? ഇഫ് യു വിൽ ഹാവ് എ സ്ട്രാറ്റജി, അല്ലേ? യു ഹാവ് എ ചെക്ക് ലിസ്റ്റ്. മിനിമം ഈ 1 or 2 3 തിങ്സ് വന്നു കഴിഞ്ഞാൽ മാത്രമേ ഞാൻ ട്രേഡ് എടുക്കുകയുള്ളൂ, ഓക്കെ? അപ്പോൾ അങ്ങനെ വിചാരിക്കുമ്പോൾ നമുക്കറിയാം ഹൗ വി ഷുഡ് ട്രേഡ്, അല്ലേ? അപ്പോൾ നമുക്കതൊരു ലൂസിങ് ട്രേഡ് ആണെങ്കിൽ പോലും ഇറ്റ്സ് എ ഗുഡ് വൺ. അതാണ് അതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. സോ അങ്ങനെയുള്ള ആൾക്കാർക്ക് മാത്രമേ കൺസിസ്റ്റൻ്റ് ആയിട്ട് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റുള്ളൂ, സ്റ്റോക്ക് മാർക്കറ്റിൽ പിടിച്ച് നിൽക്കാനും പറ്റത്തുള്ളൂ. അതാണ് ഇതിനകത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. പിന്നെ പ്രത്യേകിച്ച് നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മളുടെ ഒരൊറ്റ ട്രേഡ്, നല്ലൊരു ക്വാളിറ്റി ട്രേഡ് നമുക്ക് ട്രെയിൽ ചെയ്ത് ഈവൻ 1:4, 1:5, 1:6 റേഷ്യോയിലേക്ക് റൈഡ് ചെയ്ത് പോകാൻ പറ്റുവാണെങ്കിൽ ദാറ്റ് വൺ ട്രേഡ് ഈസ് ഇനഫ് ഫോർ യു ടു ബിക്കം എ സക്സസ്ഫുൾ ട്രേഡർ. അതാണ് ഇമ്പോർട്ടൻ്റ് കാര്യം. അതുപോലെ തന്നെ വൺ ബാഡ് ട്രേഡ് വിൽ ത്രോ യു ഔട്ട് ഓഫ് ദ മാർക്കറ്റ്. അപ്പം നമ്മൾ രണ്ടും ഇതിൻ്റെ എക്സ്ട്രീം കേസിലാണ് നിൽക്കുന്നത്. അപ്പം യു ഫോളോ ദ പ്രോസസ്, സ്റ്റിക്ക് ഓൺ ദ പ്രോസസ്, ട്രെയിൽ ഇറ്റ്, റൈഡ് ഇറ്റ്. ഇതാണ് നമ്മളെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. സോ നമ്മൾ ഓൾവേസ് 0 റിസ്കിൽ വേണം നമ്മൾ ട്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ 0 റിസ്കിൽ നമ്മൾ ട്രേഡ് എൻ്റർ ചെയ്തതിന് ശേഷം നമ്മൾ അതിനെ പ്രാക്ടീസ് ചെയ്ത് പെർഫെക്റ്റ് ചെയ്ത് കൊണ്ടുവരുമ്പോൾ നമ്മളുടെ ഇമോഷൻസ് ആർ ടേക്കൺ ഓഫ്. നമ്മൾ ഇമോഷൻസിനെ ഡിറ്റാച്ച് ചെയ്യാതെ നമുക്ക് ട്രേഡിങ്ങിൽ നല്ലൊരു കരിയർ ഉണ്ടാക്കിയെടുക്കാൻ ഒരിക്കലും സാധ്യമല്ല. സോ ബാഡ് ലോസസ് ആർ യുവർ പെയിൻഫുൾ ടീച്ചർ ആൻഡ് ലിസൺ ടു ദ പെയിൻഫുൾ ടീച്ചർ, ആൻഡ്
അതിനുശേഷം നമ്മൾ അനലൈസ് ചെയ്യുക എന്തുകൊണ്ടാണ് അത് സംഭവിച്ചത്. ഇനി ആ മിസ്റ്റേക്ക് എനിക്ക് ഉണ്ടാകാൻ പാടില്ല. അങ്ങനെ നമ്മൾ സ്ട്രിക്റ്റ് ആയിട്ട് നമ്മളെ റിഫൈൻ ചെയ്ത് കൊണ്ടുവരണം. ഒരു ഇൻട്രാഡേ ട്രേഡറുടെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് ട്രേഡിംഗ് സൈക്കോളജി തന്നെയാണ്. ട്രേഡിംഗ് സൈക്കോളജി ഏറ്റവും കൂടുതൽ നമ്മളെ ഒരു ട്രേഡ് ചെയ്യുമ്പോൾ സ്വാധീനിക്കുന്ന ഒരു ഘടകമാണ്. അപ്പോൾ നമ്മളിന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമുക്ക് കുറച്ച് റൂൾസ് വേണം. എനിക്ക് ഒത്തിരി അധികം റൂൾസ് നിങ്ങൾക്ക് ഓരോരുത്തർക്കായിരിക്കും പറഞ്ഞു തരാൻ പറ്റും. റൂൾ നമ്പർ 1, 2, 3, 4 അങ്ങനെ ഒരു 10-20 റൂൾസ് വെച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു തരാൻ പറ്റും. പക്ഷേ ആ റൂൾസ് ഒന്നും നിങ്ങൾക്ക് ആപ്ലിക്കബിൾ ആയിരിക്കണമെന്നില്ല. നമ്മൾ ഓരോരുത്തരുടെയും റൂൾസ് നമ്മൾ ഡിസൈഡ് ചെയ്യേണ്ടത് നമ്മൾ ഓരോരുത്തരും സ്വയമേയാണ് നമ്മൾ റൂൾസ് ഫോളോ ചെയ്യേണ്ടത്. പക്ഷേ ഈ റൂൾസ് ഉണ്ടാക്കുമ്പോൾ നമ്മൾ അതിനകത്ത് ബേസിക് ആയിട്ട് നമ്മളൊരു 5 ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യണം എപ്പോഴും. അപ്പം ആ 5 കാര്യങ്ങളെ പറ്റിയാണ് നമ്മൾ ബേസിക് ആയിട്ടുള്ള റൂൾസിൻ്റെ ചെക്ക് ലിസ്റ്റിൻ്റെ 5 കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ഈ ഇതിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇതെന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു നമ്മളൊരു സിസ്റ്റം ഫോളോ ചെയ്യുന്നുണ്ടല്ലോ. ആ ഫോളോ ചെയ്യുന്ന സിസ്റ്റം നമുക്ക് റൂൾസിനെ ബേസ് ചെയ്തിട്ടായിരിക്കണം നിൽക്കുന്നത്. അപ്പോൾ അതിനെപ്പറ്റിയാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഒരു ദിവസം രാവിലെ നമ്മൾ ചാർട്ടിൽ ഓപ്പൺ ആക്കി രാവിലെ ഒന്ന് നോക്കുകയാണ് നമ്മൾ ട്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. ദിസ് ഈസ് വാട്ട് യു ആർ പ്രോബബ്ലി ഗോയിങ് ടു ഡു അല്ലേ. മാർക്കറ്റ് രാവിലെ നോക്കുമ്പോൾ പ്രൈസ് ആക്ഷൻ നോക്കുന്നു. പ്രൈസ് ആക്ഷൻ ഇറ്റ്സ് ട്രെൻഡിങ് അപ്പ് ഓർ ട്രെൻഡിങ് ഡൗൺ. അപ്പോൾ നമുക്ക് മനസ്സിലാകുന്നു മാർക്കറ്റ് മുകളിലേക്ക് ഹെഡ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഇമീഡിയറ്റ്ലി തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു ട്രേഡ് എടുക്കുന്നു. ആ ട്രേഡ് എടുക്കുന്നു, കുറച്ച് നേരം നോക്കിയിരിക്കുന്നു. ആ ട്രേഡ് നമ്മൾ ലോസിലേക്ക് റൺ ചെയ്യുന്നു. പെട്ടെന്ന് അത് റിവേഴ്സ് ചെയ്യുമ്പോഴത്തേക്കും നോ ഇത് ശരിയാവത്തില്ല. അപ്പോഴത്തേക്കും നമ്മൾ ആ ട്രേഡിൽ നിന്ന് എക്സിറ്റ് ആയി. അപ്പോൾ അങ്ങനെ നമ്മൾ പൈസ കളയുന്നു അല്ലേ. അതോടെ ആ ട്രേഡ് വൈൻഡപ്പ് ചെയ്യുന്നു. ഇമീഡിയറ്റ്ലി നമുക്ക് അത് ലോസ് ആയിപ്പോയി. അപ്പോൾ ഇതാണ് 95% ട്രേഡേഴ്സും എല്ലാ ദിവസവും രാവിലെ ചെയ്യുന്നത്. അപ്പം ഇതിൻ്റെ ഒരു ചാർട്ടിൽ നമുക്ക് ഇതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ എങ്ങനെയാണ് നമുക്ക് ഉണ്ടാകുന്ന ഫീലിംഗ് എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ ഇത് ലൂപ്പിൻ എന്ന് പറയുന്ന നമ്മുടെ ഒരു കമ്പനിയുടെ ചാർട്ടാണ്. അപ്പോൾ നമ്മൾ രാവിലെ ഇവിടെ വന്നു. ഇപ്പോൾ ഇവിടം വരെയുള്ളൂ മാർക്കറ്റ്. അപ്പോൾ ഫസ്റ്റ് ഓപ്പൺ ആയി, 3 ക്യാൻഡിൽസ് ഓപ്പൺ ആയി. അപ്പോൾ ക്യാൻഡിൽ 1, 2, 3 ട്രേഡ് ചെയ്ത് മുകളിലേക്ക് കയറിക്കൊണ്ടിരിക്കുക. അപ്പോൾ നല്ല ട്രെൻഡിങ് മൂവ് ആണ്. സോ ഇറ്റ്സ് എ ഹൈലി ബുള്ളിഷ് മൊമെൻറ്റം. അപ്പോൾ നമ്മൾ വിചാരിക്കുകയാണ് ആദ്യത്തെ ക്യാൻഡിൽ നമുക്ക് എൻ്റർ ചെയ്യാൻ പറ്റില്ല, സെക്കൻഡ് ക്യാൻഡിൽ വിട്ടു, തേർഡ് ക്യാൻഡിൽ നമ്മൾ എൻ്റർ ആയി കഴിഞ്ഞ് കഴിയുമ്പോഴത്തേനും കുറച്ച് കഴിയുമ്പോൾ മുകളിലേക്ക് മാർക്കറ്റ് ഹെഡ് ചെയ്ത് പോയി. നമ്മളെ പ്രോഫിറ്റിനകത്ത് കാണിച്ചു. പെട്ടെന്ന് നമ്മളെ സ്റ്റോപ്പ് ലോസ് നമ്മളിവിടെ പ്ലേസ് ചെയ്ത് വെച്ചിരിക്കുന്നു. ഇവിടെ നമ്മളുടെ സ്റ്റോപ്പ് ലോസ് നമ്മൾ വെരി ക്ലോസ് സ്റ്റോപ്പ് ലോസ് വെക്കുന്നു. നെക്സ്റ്റ് സബ്സിക്വൻറ്റ് മൂവിൽ ആ സ്റ്റോപ്പ് ലോസ് ഏരിയയിൽ കൂടെ മാർക്കറ്റ് കവർ ചെയ്യുന്നു. ഇമോഷനെ ബേസ് ചെയ്ത് നമ്മൾ നോക്കിയിരിക്കുമ്പോൾ ഇമീഡിയറ്റ്ലി നമ്മൾ ആ ട്രേഡിംഗ് എക്സിറ്റ് ആയി. എഗെയിൻ താഴേക്ക് മാർക്കറ്റ് ഹെഡ് ചെയ്യുന്നു. വീണ്ടും താഴെ മാർക്കറ്റ് വന്നു, ടാപ്പ് ചെയ്യുന്നു. ഇമീഡിയറ്റ്ലി എഗെയിൻ എ ബിഗ്ഗസ്റ്റ് ക്യാൻഡിൽ, ഒരു ഹൈ മൊമെൻറ്റം ക്യാൻഡിൽ ഫോം ചെയ്യുന്നു. ഇമീഡിയറ്റ്ലി അപ്പോഴേ നമ്മൾ മനസ്സിൽ ഓർക്കുകയാണ്, ഓക്കെ ഇത് എനിക്ക് അറിയാമായിരുന്നു, ഇതിപ്പം ഈ ഒരു മൂവ്മെൻറ്റ് ഞാൻ എക്സ്പെക്ട് ചെയ്തായിരുന്നു, എങ്കിലും ഞാൻ എനിക്ക് ട്രേഡിൽ പിടിച്ചിരിക്കാൻ പറ്റില്ല. ഓക്കെ ഞാൻ ഗെറ്റ് ഇൻ ടു ദിസ് എൻട്രി. എഗെയിൻ ഇവിടെ കയറി ഇതിൻ്റെ 3/4 ഭാഗമായി കഴിഞ്ഞപ്പോഴത്തേനും പ്രൈസ് മൂവ്മെൻറ്റ് ഇതിൻ്റെ ഒരു 75% ആയി കഴിഞ്ഞപ്പോഴത്തേനും അവിടെ നമ്മൾ കയറി എൻ്റർ ചെയ്തു. സ്റ്റോപ്പ് ലോസ് അതിന് തൊട്ട് താഴെ നമ്മൾ പ്ലേസ് ചെയ്യുന്നു, വെയിറ്റ് ചെയ്യുന്നു. ഉടനെ തന്നെ മാർക്കറ്റ് നെക്സ്റ്റ് സബ്സിക്വൻറ്റ് ഡൗൺ സൈഡ് മൂവിൽ വീണ്ടും മാർക്കറ്റ് താഴോട്ട് വരുന്നു, നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്യുന്നു, എടുക്കുന്നു. അതിനുശേഷം നെക്സ്റ്റ് നോക്കി കഴിഞ്ഞപ്പോഴത്തേനും അടുത്ത മൂവ്മെൻറ്റ് പിന്നെയും വരുവാണ്. അപ്പോൾ നോക്കുമ്പോൾ വീണ്ടും എനിക്കറിയാമായിരുന്നു ഇത് വീണ്ടും അപ്പ് സൈഡിലേക്ക് വന്നത്. സോ ഞാൻ കറക്റ്റായിരുന്നു, എൻ്റെ ഡിസിഷൻ കറക്റ്റായിരുന്നു, പക്ഷേ ഞാൻ ചെയ്ത ട്രേഡ് തെറ്റിപ്പോയി അല്ലേ എന്ന് പറഞ്ഞ് വീണ്ടും നമ്മൾ അത് ഇൻ ബിറ്റ്വീൻ ഒരു ക്യാൻഡിലിൻ്റെ ഗ്രീൻ ക്യാൻഡിലിൻ്റെ മുകളിൽ കയറി വീണ്ടും പ്രൈസ് ആക്ഷനെ ബേസ് ചെയ്തിട്ട് നമ്മൾ ട്രേഡ് ചെയ്യുന്നു. വീണ്ടും സബ്സിക്വൻറ്റ് മൂവിൽ പ്രൈസ് താഴേക്ക് വരുന്നു, നമ്മൾ സ്റ്റോപ്പ് ഔട്ടായി. എഗെയിൻ നോക്കുമ്പോൾ വീണ്ടും അടുത്ത പ്രൈസ് ആക്ഷൻ നോക്കുമ്പോൾ വീണ്ടും പ്രൈസ് മുകളിലേക്ക് പോകുന്നു. അപ്പോൾ വീണ്ടും നമ്മൾ പറയുന്നു ഓക്കെ ഇങ്ങനെ ഞാൻ ഈ ഒരു ട്രേഡിൽ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ലതായിരുന്നു, പക്ഷേ തെറ്റിപ്പോയി. ഓക്കെ ദിസ് ടൈം ഐ വിൽ വിൻ എന്ന് പറഞ്ഞ് നമ്മൾ വീണ്ടും ട്രേഡ് എടുക്കുന്നു. വീണ്ടും പ്രൈസ് മുകളിലേക്ക് പോകുന്നു, പെട്ടെന്ന് പ്രൈസ് താഴേക്ക് വരുന്നു, നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഇസ് ടു ക്ലോസ് ആൻഡ് ഇറ്റ് ഇസ് ടേക്കൺ ഔട്ട്. ദെൻ ഇതിങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ്. അപ്പോൾ ഓൺ എവറി മൂവ്മെൻറ്റ് മാർക്കറ്റ് വിൽ കം ആൻഡ് ട്രിക്ക് യു ആൻഡ് ടേക്ക് യുവർ സ്റ്റോപ്പ് ലോസ്. അപ്പോൾ ഇതിൽ നിന്ന് എന്താണ് നമുക്ക് പറ്റിയത്? വാട്ട് ഹാപ്പൻ? യു ഗോട്ട് ഇൻ ടു എ ട്രേഡ് വിത്ത് ഇമോഷൻ ആൻഡ് യു ബ്ലൂ യുവർ അക്കൗണ്ട്. ദിസ് ഈസ് യു അല്ലേ. അപ്പം ഇതാണ് വെൽക്കം ടു ദ ഗ്രൂപ്പ്. ഓക്കെ നമ്മളെല്ലാവരും ചെയ്യുന്നത് ഇത് തന്നെയാണ്. വി ഓൾ ഡു ദ സെയിം ആൻഡ് യു ആർ എ പാർട്ട് ഓഫ് 95% ഓഫ് ട്രേഡേഴ്സ് ഹു ലൂസ് മണി അല്ലേ. നമ്മൾ 95% ആൾക്കാർ ട്രേഡേഴ്സ് എങ്ങനെയാണ് പൈസ അതിൽ നമുക്ക് ലൂസ് ആകുന്നത് അല്ലെങ്കിൽ നമ്മുടെ ക്യാപിറ്റൽ ഇറൈസ് ചെയ്ത് പോകുന്നത് എന്നുള്ളത് നമ്മൾ നോക്കി നിന്ന് കണ്ടുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇതിൽ നമുക്കൊരു സൊല്യൂഷൻ ഉണ്ട്. ഓക്കെ അപ്പോൾ ഇതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. റൂൾസ് ബേസ്ഡ് ട്രേഡിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? റൂൾസ് ബേസ്ഡ് ട്രേഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് ഒരു സ്ട്രാറ്റജി വേണം, നമുക്കൊരു പ്രോസസ്സ് വേണം. ആ പ്രോസസ്സിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ട്രേഡിംഗ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, ആ ഒരു സ്ട്രാറ്റജി നമ്മൾ ചെയ്യാൻ പോകുന്ന സ്ട്രാറ്റജി അത് ബാക്ക് ടെസ്റ്റ് ചെയ്യണം. നമ്മൾ ചാർട്ടിൽ പോയിട്ട് നമ്മൾ ബാക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കണം. അതിനുശേഷം നമ്മൾ ഡെമോ അക്കൗണ്ടിൽ വന്നിട്ട്, ഡെമോ അക്കൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പേപ്പർ ട്രേഡിംഗ് ചെയ്യാം അല്ലേ. അപ്പോൾ ഡെമോ അക്കൗണ്ടിൽ വന്നിട്ട് ഫോർവേഡ് ടെസ്റ്റ് ചെയ്യാം. ഫോർവേഡ് ടെസ്റ്റ് ചെയ്ത് ബാക്ക് ടെസ്റ്റ് ചെയ്തിരിക്കുന്ന അതേ സംഭവം തന്നെ ഫോർവേഡ് ടെസ്റ്റ് ചെയ്യാം. അപ്പോൾ ഫോർവേഡ് ടെസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് അതിനകത്തുള്ള ന്യൂയിസൻസസ് മനസ്സിലാകാൻ തുടങ്ങും, നമുക്ക് അതിനകത്തുള്ള പ്രോബ്ലംസ് എന്താണെന്ന് മനസ്സിലാകാൻ തുടങ്ങും. ചിലപ്പോൾ നമ്മൾ ആ ഡെമോ ടെസ്റ്റ് ചെയ്യുമ്പോൾ നമ്മളത് വിൻ ചെയ്തു അല്ലെങ്കിൽ നമ്മളത് ലൂസായി. അപ്പോൾ ഇങ്ങനെ ലൂസ് ആവുകയും വിൻ ചെയ്യുകയും ചെയ്യുമ്പോൾ നമ്മൾ 2 കേസിലും നമ്മൾ അനലൈസ് ചെയ്യണം എന്തുകൊണ്ട് നമ്മൾ വിന്നായി, എന്തെല്ലാം കോൺഫ്ലുവൻസസ് ആണ് അവിടെ കണ്ടുകൊണ്ടിരുന്നത്, അല്ലെങ്കിൽ എന്തുകൊണ്ട് നമ്മൾ ലൂസായി, അല്ലെങ്കിൽ ആ ട്രേഡിൽ എന്താണ് നമുക്ക് പ്രശ്നം പറ്റിയാക്കുന്നത്, അതിന് മുന്നിൽ നമ്മൾ ശ്രദ്ധിക്കാതെ പോയിരിക്കുന്ന എന്തെല്ലാം കോൺഫ്ലുവൻസസ് നമ്മൾ കാണാതെ പോയി. ഇത് നമ്മൾ ഈ 2 കേസിലും അനലൈസ് ചെയ്യണം. അപ്പം ഇങ്ങനെ നമ്മൾ ഒരു റൂൾസ് ഉണ്ടാക്കിയിട്ട് നമ്മൾ ഒരു ചെക്ക് ലിസ്റ്റ് ഉണ്ടാക്കാം. ആ ചെക്ക് ലിസ്റ്റിൽ നമ്മൾ ഓരോരുത്തരും ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചെക്ക് ലിസ്റ്റിനകത്ത് എത്ര കോൺഫ്ലുവൻസസ് കണ്ടു കഴിഞ്ഞാലാണ് നമ്മളൊരു ട്രേഡ് ചെയ്യാൻ പോകുന്നത്.
ഇപ്പോൾ 3 candle ട്രേഡ് സെറ്റപ്പ് എന്ന് പറയുന്ന ഒരു ട്രേഡ് സെറ്റപ്പ് നമ്മൾ ചാനലിൽ ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ അത് ഒത്തിരിയധികം ട്രേഡ് സെറ്റപ്പുകളുണ്ട്. അപ്പോൾ ഈ ട്രേഡ് സെറ്റപ്പുകളിലെല്ലാം കാണുന്ന കോൺഫ്ലുവൻസസ് എന്താണ് എന്നുള്ളത് നമ്മൾ ആദ്യമേ തന്നെ ഒരു ചെക്ക് ലിസ്റ്റ് ഉണ്ടാക്കണം. അപ്പോൾ ആ ചെക്ക് ലിസ്റ്റെ ബേസ് ചെയ്തിട്ട് മാത്രമേ ട്രേഡ് എൻ്റെ മുന്നിൽ വന്നാൽ ഞാൻ എടുക്കുകയുള്ളൂ. ഇതാണ് റൂൾസ് ബേസ്ഡ് ട്രേഡിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഇഫ് യു സീ കോൺഫ്ലുവൻസസ് ദാറ്റ് ആർ വിസിബിളി ഷോയിങ് ഇൻ ഫ്രണ്ട് ഓഫ് യു, ഓൺലി ദെൻ യു വിൽ ഗെറ്റ് ഇൻ ടു ദ ട്രേഡ്. അപ്പോൾ നമ്മൾ ഇമോഷനെ ബേസ് ചെയ്തിട്ടല്ല നമ്മൾ ട്രേഡ് ചെയ്യുന്നത്. ദാറ്റ് യുവർ ട്രേഡ് ഈസ് നോട്ട് ഇമോഷണൽ, ഇറ്റ് ഈസ് സ്ട്രാറ്റജിക് ട്രേഡിംഗ് പ്ലാൻ ആണ് നമ്മൾ ചെയ്യുന്നത്. സോ വെൻ ഇറ്റ് ഈസ് സ്ട്രാറ്റജിക് ട്രേഡിംഗ് ആണ് നമ്മൾ ചെയ്യാൻ പോകുമ്പോൾ എന്താണ് നമുക്ക് ഗുണം? നമ്മൾ ചെയ്യുന്നത് ഒരു പ്രോപ്പർ ട്രേഡ് സെറ്റപ്പിനെ ബേസ് ചെയ്തിട്ടായിരിക്കും നമ്മൾ ട്രേഡ് ചെയ്യുന്നത്. ഇതിനെയാണ് നമ്മൾ പറയുന്നത് റൂൾസ് ബേസ്ഡ് ട്രേഡിംഗ്. വാട്ട് എവർ ബി ദ റൂൾസ്, യു സെറ്റ് യുവർ റൂൾസ്, ഓൺലി ദോസ് റൂൾസ്. നമ്മൾ സെറ്റ് ചെയ്യുന്ന റൂൾസ് 1 2 3 4 5. അപ്പോൾ ആ സെറ്റ് ചെയ്യുന്ന റൂൾസിനകത്ത് നിങ്ങൾ പറയുന്ന കോൺഫ്ലുവൻസസ് എന്തൊക്കെയാണ് വരുന്നതെന്ന് എഴുതി വെക്കുക. അപ്പോൾ ആ കോൺഫ്ലുവൻസസ് വന്നു കഴിഞ്ഞാൽ മാത്രമേ ഞാൻ ഈ പർട്ടിക്കുലർ ട്രേഡ് ഇനിഷ്യേറ്റ് ചെയ്യുള്ളൂ. അങ്ങനെ വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മളുടെ ബ്രെയിനെ നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കുവാണ് നമ്മൾ ട്രേഡ് ചെയ്യുന്നത് നോട്ട് ഓൺ ഇമോഷൻസ്, വി ആർ ട്രേഡിംഗ് ഓൺ എ പ്രോസസ്. അപ്പോൾ നമ്മുടെ ആദ്യത്തെ റൂൾ നമ്പർ 1 എന്ന് പറയുന്നത് ട്രേഡ് ഒൺലി ഓൺ യുവർ ഓൺ റൂൾസ്. അതാണ് നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരുന്ന ആ കാര്യം തന്നെയാണ്. അപ്പോൾ നമ്മളൊരു റൂൾസ് സെറ്റ് ചെയ്ത് അല്ലെങ്കിൽ ഒരു ചെക്ക് ലിസ്റ്റ് പ്രിപ്പയർ ചെയ്തതിന് ശേഷം നമ്മൾ അതിനെ ബേസ് ചെയ്ത് മാത്രം ട്രേഡ് ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റ് റൂൾ. അപ്പോൾ അത് ഈസി ആണല്ലോ നമ്മളെ സംബന്ധിച്ച്. ഇനി റൂൾ നമ്പർ 2 എന്ന് പറഞ്ഞാൽ ഡു നോട്ട് ട്രേഡ് ഓൺ ഇമോഷൻ. അപ്പോൾ ഡു നോട്ട് ട്രേഡ് ഓൺ ഇമോഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പ്രൈസ് ആക്ഷൻ മാത്രം നോക്കി ട്രേഡ് ചെയ്യുമോ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചുമ്മാ രാവിലെ ടെർമിനൽ ഓപ്പൺ ആക്കുന്നു, ഇമീഡിയറ്റ്ലി നമ്മളൊരു ട്രേഡിംഗിലേക്ക് കടക്കുന്നു, ഒരു എൻട്രി എടുക്കുന്നു, അതിനെ നമ്മൾ ഇമോഷണൽ ട്രേഡിംഗ് എന്നാണ് പറയുന്നത്. ബിക്കോസ് യു ആർ സിംപിളി ജമ്പിങ് ഇൻ ടു ആൻ എൻട്രി അല്ലേ. നമ്മളുടെ ഒരു റൂൾസോ ഒരു കാര്യങ്ങളോ ഒന്നുമില്ല, വെറുതെ ട്രേഡ് ചെയ്യുന്നതിനാണ് ഇമോഷണൽ ട്രേഡിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഡു നോട്ട് ട്രേഡ് ഓൺ ഇമോഷൻ. ഓക്കെ, വെൻ യു ഗെറ്റ് ഇമോഷണൽ ദാറ്റ് ഈസ് ഗ്യാംബ്ലിംഗ് മെന്റാലിറ്റി അല്ലേ. ഇമോഷനിൽ നമ്മൾ ട്രേഡ് ചെയ്യുമ്പോൾ അതൊരു ഗ്യാംബ്ലിംഗ് മെന്റാലിറ്റിയാണ് വരുന്നത്. അപ്പോൾ ഇവിടെ എന്താണ് ആക്ച്വലി സംഭവിക്കുന്നത്? മാർക്കറ്റ് ഈസ് ടീസിങ് യു ഫോർ സംതിങ് ആൻഡ് യു ആർ ഫോളിങ് ഫോർ ഇറ്റ് അല്ലേ. മാർക്കറ്റ് നിങ്ങളെ ഒരു സെറ്റ് ഓഫ് സെനാരിയോസ് കാണിച്ച് തരുവാണ്. അപ്പോൾ നമുക്ക് റൂൾസും ഇല്ല, ഒന്നുമില്ല, നമ്മൾ ആ ട്രേഡിൽ എൻ്റർ ചെയ്യുന്നു. അപ്പോൾ എന്താണ് സംഭവിക്കുന്നത്? നമ്മളെ സംബന്ധിച്ച് യു ആർ ഫോളിങ് ഫോർ ഇറ്റ് അല്ലേ, അതിനകത്തോട്ട് വീണ് പോവുകയാണ്, ടീസിങ് യു സംതിങ്. അപ്പോൾ നമ്മളെ എന്തെങ്കിലും ടീസ് ചെയ്യുവാണെങ്കിൽ അല്ലെങ്കിൽ നമ്മളെ ടെംപ്റ്റ് ചെയ്യുവാണെങ്കിൽ, ആ ഒരു ട്രേഡ് എടുക്കാൻ വേണ്ടി ടെംപ്റ്റ് ചെയ്യുവാണെങ്കിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? നമ്മളുടെ ഇമോഷണൽ ട്രേഡിങ്ങിൻ്റെ ട്രാപ്പ് ആകാതെ നമ്മളുടെ ചെക്ക് ലിസ്റ്റ് പ്രകാരമുള്ള സെറ്റ് ഓഫ് സെനാരിയോസ് 1 2 3 4 5 വന്നിട്ടുണ്ടോ ഇല്ലയോ, ഉണ്ടെങ്കിൽ ഞാൻ ട്രേഡ് എടുക്കും, ഇല്ലെങ്കിൽ ഇല്ല. അപ്പോൾ മാർക്കറ്റ് എന്തെല്ലാം ജിമിക്കുകൾ കാണിച്ചു കഴിഞ്ഞാലും യു ഷുഡ് നോട്ട് ഫോൾ ഇൻ ടു ഇറ്റ്. അതാണ് 95% ഓഫ് ട്രേഡേഴ്സ് എന്താ പറ്റുന്നത്? അവർ എല്ലാവരും ലൂസ് ചെയ്യുന്നതിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യം ഇതാണ്. അപ്പോൾ ഡു നോട്ട് ട്രേഡ് ഓൺ ഇമോഷൻ. റൂൾ നമ്പർ 3 എന്ന് പറയുന്നത് റിസ്ക് റിവാർഡ് റേഷ്യോ ആണ്. അപ്പോൾ നമ്മൾ റിസ്ക് റിവാർഡ്, യു ഷുഡ് ഹാവ് എ പ്രോപ്പർ റിസ്ക് റിവാർഡ് റേഷ്യോ മാനേജ്മെന്റ് അല്ലേ, അല്ലെങ്കിൽ റിസ്ക് റിവാർഡ് മാനേജ്മെന്റ്. ഓക്കെ, അപ്പോൾ ഇതിന് നമ്മൾ ഓൾറെഡി റിസ്ക് റിവാർഡ് നമ്മുടെ ചാനലിൽ ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്, റിസ്ക് റിവാർഡ് എന്താണെന്നുള്ളത്. അപ്പം ജസ്റ്റ് ഒന്ന് സിംപ്ലിഫൈ ചെയ്യാം. ഓക്കെ, സിംപ്ലിഫൈങ് റിസ്ക് റിവാർഡ് റേഷ്യോ. എന്താണ് റിസ്ക് റിവാർഡ് റേഷ്യോ? റിസ്ക് റിവാർഡ് റേഷ്യോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ റിസ്ക് ചെയ്യുന്നത് 1000 രൂപ നമ്മൾ റിസ്ക് എടുക്കുമ്പോൾ നമുക്ക് 4000 രൂപ പ്രോഫിറ്റ് കിട്ടണം. അതാണല്ലോ റിസ്ക് റിവാർഡ് എന്ന് പറയുന്നത്. അപ്പോൾ 1000 രൂപ റിസ്ക് എടുക്കുമ്പോൾ 4000 രൂപ പ്രോഫിറ്റ് കിട്ടുവാണെങ്കിൽ, ഒരു പ്രാവശ്യം ഒരു ട്രേഡ് വിൻ ചെയ്ത് കഴിഞ്ഞാൽ, അതായത് അടുത്ത 4 ട്രേഡ് നിങ്ങൾ ലൂസ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാലും, നിങ്ങൾക്ക് നഷ്ടപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാലും, യു ആർ സ്റ്റിൽ നെറ്റ് ബ്രേക്ക് ഈവൻ. അത്രേ ഉള്ളൂ റിസ്ക് റിവാർഡ് റേഷ്യോ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ആ ഒരു പ്രോപ്പർ റിസ്ക് റിവാർഡ് റേഷ്യോയിൽ വേണം നമ്മൾ എപ്പോഴും ട്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. റിസ്ക് മാനേജ്മെന്റ് ഈസ് പാരമൗണ്ട് വെൻ ഇറ്റ് ഈസ് ഇൻ ദ ഡേ ട്രേഡിംഗ് അല്ലേ. അപ്പോൾ നമ്മൾ റിസ്ക് മാനേജ്മെന്റ് ഡേ ട്രേഡിങ്ങിൽ നമുക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ബിക്കോസ് നമ്മൾ സിസ്റ്റമാറ്റിക് ആയിട്ട് ട്രേഡിങ് ചെയ്യുമ്പോൾ യു ഫോളോ സം റൂൾസ് അല്ലേ, യു ഫോളോ സം ടെക്നിക്സ് ടു ഫോളോ അല്ലേ, ഇൻ ഓർഡർ ടു ഡു എ ട്രേഡ്. അപ്പം നമ്മൾ ഈ റിസ്ക് മാനേജ്മെൻറ്റിൻ്റെ കാര്യം വരുമ്പോൾ നമ്മൾ ഇങ്ങനെ കാര്യം ഓർക്കുക, ഇതൊരു ട്രേഡ് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു പ്രോഗ്രാമിംഗ് ആണെന്ന് ഓർക്കുക. അപ്പോൾ നിങ്ങളുടെ ട്രേഡിംഗ് ബ്രെയിൻ വിൽ നോട്ട് എക്സിക്യൂട്ട് എ ട്രേഡ് അൺലെസ് ദീസ് 4 ക്വാളിറ്റീസ് ആർ മെറ്റ് എന്ന് ചിന്തിക്കുക. അപ്പം നമ്മുടെ ട്രേഡിംഗ് ബ്രെയിൻ നമ്മൾ കൊടുക്കുന്ന കമാൻഡ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ 4 ക്വാളിറ്റീസ് ഓർ 5 ക്വാളിറ്റീസ് വന്നു കഴിഞ്ഞാൽ മാത്രമേ നമ്മൾ ഈ പാരാമീറ്റേഴ്സ് മീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമ്മൾ ഈ ഒരു ട്രേഡ് എക്സിക്യൂട്ട് ചെയ്യുള്ളൂ. പ്രോഗ്രാമിങ്ങും ഇതുപോലെ തന്നെയല്ലേ, നമ്മുടെ കമ്പ്യൂട്ടർ പ്രോഗ്രാമിംഗ് അതെല്ലാം ഈഫ് ആൻഡ് ദെൻ കണ്ടീഷൻസ് ആണ് അല്ലേ. അപ്പം ഈ കണ്ടീഷൻസ് ആർ മെറ്റ്, അല്ലെങ്കിൽ ഈ ദോസ് ഈഫ് കണ്ടീഷൻസ് ഇങ്ങനത്തെ കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ മാത്രമേ ഞാൻ ട്രേഡ് എടുക്കുകയുള്ളൂ. അല്ലെങ്കിൽ നെവർ ട്രേഡ് വിത്തൗട്ട് എ സ്റ്റോപ്പ് ലോസ് ഇൻ യുവർ മൈൻഡ്. ഓർ നമുക്ക് കണ്ടത് ഒരു ട്രേഡ് എടുക്കുന്നതിന് മുമ്പേ തന്നെ നമ്മളുടെ സ്റ്റോപ്പ് ലോസ് പോയിന്റ് എവിടെയാണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി വെച്ചിരിക്കണം. അതുപോലെ തന്നെ ട്രേഡ് എടുക്കുന്നതിന് മുന്നേ തന്നെ നമ്മളുടെ ടാർഗറ്റ് എവിടെയാണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി വെച്ചിരിക്കണം. അതിനുശേഷം മാത്രമേ ടാർഗറ്റും ട്രേഡ് എടുക്കുന്നതിന് മുന്നേ പ്ലാൻ യുവർ ട്രേഡ് ആൻഡ് ട്രേഡ് യുവർ പ്ലാൻ എന്ന് പറയുന്നത് നമ്മളുടെ ചാനലിൻ്റെ എംബ്ലത്തിൽ തന്നെ പറയുന്നതിൻ്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഈ 2 കാര്യങ്ങളും ബേസിക്കലി നമ്മൾ സെറ്റ് ചെയ്ത് ആദ്യമേ തന്നെ പ്രിപ്പയർ ചെയ്ത് നിൽക്കണം. അതിനാണ് നമ്മൾ പറയുന്നത് ഒരു പ്രോഗ്രാമിംഗ് പോലെ തന്നെ, ഇഫ് ദീസ് കണ്ടീഷൻസ് ഓർ ദീസ് പാരാമീറ്റേഴ്സ് ആർ മെറ്റ് ഓൺലി ദെൻ ഐ വിൽ ജമ്പ് ഇൻ ടു ദ ട്രേഡ് ഓർ ഐ വിൽ ടേക്ക് എ ട്രേഡ്. അങ്ങനെ നമ്മളുടെ ട്രേഡിംഗ് ബ്രെയിൻ കൊടുക്കുന്ന കമാൻഡ് അതായിരിക്കണം.
എങ്കിൽ മാത്രമേ നമുക്ക് സക്സസ്ഫുൾ ആയിട്ട് വരാൻ പറ്റുള്ളൂ. അപ്പോൾ റിസ്ക് റിവാർഡ് റേഷ്യോ ഈസ് ഓഫ് പാരമൗണ്ട് ഇമ്പോർട്ടൻസ് വെൻ ഇറ്റ് ഈസ് ഓൺ എ ഡേ ട്രേഡിംഗ്. റൂൾ നമ്പർ 4, ഡു നോട്ട് ഓവർ ട്രേഡ്. ഈ ഡു നോട്ട് ഓവർ ട്രേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തെരുതരെ ട്രേഡ് എടുക്കുക എന്നുള്ളതാണ്. അപ്പം ഇതിനകത്തൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പല ഇൻസ്ട്രുമെന്റ്സിലോട്ട് നമ്മൾ പോയി ഫോക്കസ് ചെയ്യാൻ പാടില്ല. അപ്പോൾ ട്രേഡ് സപ്പോസ് നമ്മൾ നിഫ്റ്റിയിൽ ട്രേഡ് എടുക്കുന്നു, ബാങ്ക് നിഫ്റ്റിയിൽ ട്രേഡ് എടുക്കുന്നു, നിഫ്റ്റിക്കകത്ത് പോയി ട്രേഡ് എടുക്കുന്നു, മിഡ് ക്യാപ് നിഫ്റ്റി നോക്കുമ്പോൾ അതൊരു നല്ലൊരു റേഞ്ചിലാണെന്ന് തോന്നുന്നു, ഉടനെ നമ്മൾ മിഡ് ക്യാപ് നിഫ്റ്റിയിൽ നമ്മൾ ട്രേഡ് ചെയ്യാൻ പോകുന്നു. അതുപോലെ തന്നെ ബാങ്ക് എക്സിൽ നമ്മൾ ട്രേഡ് ചെയ്യുന്നു. നമ്മൾ ഫോക്കസ് ഓൺ 1 or 2 ഇൻസ്ട്രുമെന്റ്സ്. അല്ലെങ്കിൽ എന്താ സംഭവിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് വിൽ ഡൈവേർട്ട് യുവർ ഫോക്കസ്. നമ്മൾ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ ഫോണിൽ ഒരു മെസ്സേജ് വരുന്നു, RBI പോളിസി റിവൈസ് ഇന്ന് മീറ്റിംഗ് ഉണ്ട്, റിവിഷൻ നടന്നുകൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ ആ ഒരു ന്യൂസ് വരുന്നതിന് ഇമ്പാക്ട് വരുമ്പോഴത്തേക്കും നമുക്കറിയാൻ പറ്റും മാർക്കറ്റ് ഫോൾ ചെയ്യാൻ പോകണം. ഉടനെ ഇമീഡിയറ്റ്ലി നമ്മൾ സെൻസെക്സ് കയറി ഷോർട്ട് അടിക്കുന്നു, അല്ലെങ്കിൽ ഒരു പുട്ട് ഓപ്ഷൻ പിടിക്കുന്നു. സോ നമ്മൾ എന്തിനെ ബേസ് ചെയ്തിട്ടാണ്, വാട്ട് ആർ യു ഡൂയിങ്? നമ്മൾ യു ആർ അനലൈസിസ് ഓൺ നിഫ്റ്റി ആൻഡ് ബാങ്ക് നിഫ്റ്റി ആൻഡ് യു ആർ ഗോയിങ് ഷോർട്ടിങ് ഓൺ സെൻസെക്സ്. അങ്ങനെ നമ്മൾ ട്രേഡ് ചെയ്യാൻ പാടില്ല. അപ്പം കീപ് ഇറ്റ് സിമ്പിൾ. നമ്മൾ ചെയ്യുന്ന ഇൻസ്ട്രുമെന്റ്സ് എന്ന് പറയുന്നത് നമ്മളുടെ അനലൈസിസ് നമ്മൾ എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്ന ആ 2 ഇൻസ്ട്രുമെന്റ്സിലായിരിക്കണം. ഒന്നെങ്കിൽ നിഫ്റ്റി ചെയ്യുകയാണെങ്കിൽ നിഫ്റ്റിയും ബാങ്ക് നിഫ്റ്റി മാത്രം ഫോക്കസ് ചെയ്ത് എപ്പോഴും അതിൻ്റെ മൂവ്മെന്റ് കോറിലേറ്റ് ചെയ്ത് അതിൻ്റെ പഠിത്തത്തെ തന്നെ ഫോക്കസ് ചെയ്ത് നമ്മൾ പോകാൻ വേണ്ടിയിട്ട് പോവുക. അങ്ങനെ വരുമ്പോൾ നമ്മളുടെ യുവർ ട്രേഡിംഗ് പ്ലാൻ ഓൾവേസ് കീപ് ഇറ്റ് വെരി വെരി സിമ്പിൾ, അല്ലേ? അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ട് മാത്രമേ നമ്മൾ ട്രേഡ് ചെയ്യാവുള്ളൂ. അല്ലാതെ വരുമ്പോഴാണ് നമ്മൾ ഓവർ ട്രേഡ് ചെയ്യാൻ പോകുന്നത്. ഈവൻ നമ്മൾ ഓൺ ദ സെയിം ഇൻസ്ട്രുമെന്റ് നമുക്ക് ഇമോഷനെ ബേസ് ചെയ്ത് സിമ്പിളി നമ്മൾ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെ ചെയ്യരുത്. റൂൾ നമ്പർ 5, ഡു നോട്ട് റിവഞ്ച് ട്രേഡ്. റിവഞ്ച് ട്രേഡിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? രാവിലെ നമ്മൾ വരുന്നു, ഒരു ട്രേഡ് നമ്മൾ എടുക്കുന്നു, ഇമോഷണൽ ബേസ് ചെയ്ത് ട്രേഡ് ചെയ്യുന്നു, 5000 രൂപ ലോസ്. ഫസ്റ്റ് ട്രേഡ് സെൽഫ് നമ്മൾ 5000 രൂപ. പെട്ടെന്ന് നമ്മൾ ഫ്യൂരിയസ് ആകുന്നു, അല്ലേ? അല്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് നമ്മളെ അയച്ചം വരുന്നു ആൻഡ് യു വാണ്ട് യുവർ മണി ബാക്ക്. ഇമീഡിയറ്റ്ലി തന്നെ ആ പൈസ നമുക്ക് തിരിച്ചു വേണം. അപ്പോൾ നമ്മൾ ചിന്തിക്കുന്നു, മാർക്കറ്റ് എൻ്റെ പൈസ മുഴുവനും സ്റ്റീൽ ചെയ്തുകൊണ്ട് പോയി എന്ന് ചിന്തിക്കുന്നു. നമുക്ക് ഐ നീഡ് മൈ മണി റൈറ്റ് നൗ എന്ന് പറയുന്നു. നമ്മൾ എന്ത് ചെയ്യുന്നു, വീണ്ടും ഒരു ട്രേഡ് എടുക്കുന്നു. ആൻഡ് ഇവൻച്വലി വാട്ട് ആർ യു ഡൂയിങ്? യു ആർ ത്രോയിങ് അവേ യുവർ റൂൾസ് ബേസ്ഡ് ട്രേഡിംഗ് സിസ്റ്റം, അല്ലേ? You don't care about anything. You just throw away everything. And you start trading again like a crazy person. Because you want to capture the money what you lost, you want to bring it back. അതിന് വേണ്ടിയിട്ട് as quickly as possible. അങ്ങനെ നമ്മൾ വേണ്ടിയിട്ട് വീണ്ടും ട്രേഡ് ചെയ്യുന്നു. ദിസ് ഈസ് കോൾഡ് റിവഞ്ച് ട്രേഡിംഗ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഈ റിവഞ്ച് ട്രേഡിംഗ് വരുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? വാട്ട് ഹാപ്പൻസ് വെൻ you are trading on emotions? Because market is always looking people like you. Easily getting trapped on emotions. അല്ലേ? അപ്പോൾ don't be a prey or don't fall into such kind of traps. അപ്പോൾ നമ്മൾ ഒരിക്കലും ഇമോഷണലി നമ്മൾ പെർഫെക്റ്റ് ആയിരിക്കണം മാർക്കറ്റിൽ ട്രേഡ് ചെയ്യുമ്പോൾ. ഇപ്പോൾ നമ്മൾ സപ്പോസ് നമ്മുടെ ഫാമിലി ആയിട്ട് ഒരു ആർഗ്യുമെന്റ് വരുന്നു, അപ്പോൾ നമ്മുടെ ഫ്രണ്ട്സുമായിട്ട് നമ്മൾ അരിച്ചപ്പെട്ട് സംസാരിക്കുന്നു, അല്ലെങ്കിൽ നമ്മുടെ ബോസുമായിട്ട് നമ്മൾ ഹാപ്പി അല്ല, ഒരു പർട്ടിക്കുലർ ഡേയിൽ എന്തെങ്കിലും ഒരു ചെറിയ ഇവന്റ് കൊണ്ട് അങ്ങനെ. സോ യുവർ മൈൻഡ് സെറ്റ് ഈസ് നോട്ട് കറക്റ്റ്, അല്ലേ? അപ്പോൾ നമ്മുടെ മൈൻഡ് സെറ്റ് കറക്റ്റ് ആണെങ്കിൽ ഡോണ്ട് ഓപ്പൺ ദ ട്രേഡിംഗ് ടെർമിനൽ ആൻഡ് ഡോണ്ട് ഡു എനി ട്രേഡ്. ജസ്റ്റ് റിലാക്സ് മൈൻഡ്, കൂളായിട്ടിരിക്കുക. നമ്മൾ അതിനുശേഷം കൂളായിട്ട് വൺസ് നമ്മൾ ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മളുടെ മൈൻഡ് സെറ്റ് എപ്പോഴാണോ ക്ലിയർ ആയിട്ട് വരുന്നത് ആ സമയത്ത് മാത്രമേ നമ്മൾ ട്രേഡിങ്ങിലേക്ക് കടക്കാവുള്ളൂ. ഈവൻ നമുക്ക് സ്മോൾ ഇറിറ്റേഷൻസ് നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ പോലും ഡോണ്ട് ഓപ്പൺ ദ ട്രേഡിംഗ് ടെർമിനൽ ഫോർ ട്രേഡിംഗ്. നമ്മൾ എപ്പോഴും നമ്മളൊരു പീസ്ഫുൾ മൈൻഡോട് കൂടി വേണം ടെർമിനലിൻ്റെ മുന്നിൽ ഇരിക്കാൻ വേണ്ടി. ഓൺലി ദെൻ യു ക്യാൻ അവോയ്ഡ് ഇമോഷൻസ്. നമ്മുടെ ഇമോഷൻസ് എല്ലാം കണക്റ്റഡ് വിത്ത് എക്സ്റ്റേണൽ ഫാക്ടേഴ്സ്, അല്ലേ? കുറേ ഒരു 90% കാര്യങ്ങളും പുറത്തുള്ള കാര്യങ്ങളുമായിട്ട് കണക്റ്റഡ് ആയിരിക്കും. 10% മാത്രമേ നമ്മളുടെ ഈ ട്രേഡിംഗ് റിലേറ്റഡ് ആയിട്ട് വരുന്നുള്ളൂ. അപ്പം ഇഫ് യു ആർ നോട്ട് പെർഫെക്റ്റ്ലി ഓക്കെ വിത്ത് 90% ഓഫ് യുവർ ഇമോഷൻസ് യു വിൽ മേക്ക് മിസ്റ്റേക്സ് ഇൻ ട്രേഡിംഗ്. ബിക്കോസ് നമ്മൾ എന്താണ് ചെയ്യേണ്ടത് ട്രേഡിംഗ് ഇമോഷൻസ് നമ്മൾ അവിടെ ചെയ്യുന്ന സമയത്ത് നമ്മൾ അത് കൺട്രോൾ ചെയ്യാൻ ഫോക്കസ് ചെയ്യുന്നതിന് പകരം നമ്മളുടെ 90% ഓഫ് ദ ഇമോഷൻസ് മേക്ക് ഇറ്റ് ഓൾ റൈറ്റ്. അതിനുശേഷം ഓപ്പൺ ദ ടെർമിനൽ, കൂളായിട്ടിരുന്ന വെച്ചാൽ ബേസ്ഡ് ഓൺ എ പ്രോസസ്, ബേസ്ഡ് ഓൺ എ ട്രേഡിംഗ് സെറ്റപ്പ്, അതിനെ ബേസ് ചെയ്ത് മാത്രം നമ്മൾ ട്രേഡ് ചെയ്യുക. അപ്പോൾ അങ്ങനെ ട്രേഡ് ചെയ്യുമ്പോൾ യു ഹാവ് എ സിസ്റ്റം ഇൻ പ്ലേസ്, യു ഹാവ് എ മെത്തഡോളജി ഇൻ പ്ലേസ്, യു ഹാവ് എ ചെക്ക് ലിസ്റ്റ് ഇൻ പ്ലേസ് ആൻഡ് യു എക്സിക്യൂട്ട് യുവർ ട്രേഡിംഗ് ബേസ്ഡ് ഓൺ ദ സെറ്റപ്പ്. ആൻഡ് ഇഫ് യു ആർ ലൂസിങ് ഓൺ ദ സെറ്റപ്പ്, അനലൈസ് വാട്ട് ഹാപ്പൻ ടു ദാറ്റ് പർട്ടിക്കുലർ ട്രേഡ്, അല്ലേ? എന്തുകൊണ്ട് ആ ട്രേഡ് നമ്മൾ തോറ്റുപോയി, അല്ലെങ്കിൽ എന്തുകൊണ്ട് നമ്മൾ ആ ട്രേഡ് ബോത്ത് കേസിൽ നമ്മൾ പഠിച്ചുകൊണ്ടേയിരിക്കണം. ഇങ്ങനെ നമ്മൾ പ്രാക്ടീസ് ചെയ്യുക ഓൺ എ ഡെമോ അക്കൗണ്ട്. അപ്പോൾ വൺസ് ആ ഒരു ഡെമോ നമുക്ക് ആ ഒരു ട്രേഡിംഗ് മച്യൂരിറ്റി കിട്ടിക്കഴിയുമ്പോൾ മാത്രമേ നമ്മൾ ആക്ച്വൽ മണി ഡിപ്ലോയ് ചെയ്ത് നമ്മൾ പതുക്കെ ട്രേഡിങ്ങിലേക്ക് തുടങ്ങാവുള്ളൂ. അതും വിത്ത് എ വെരി സ്മോൾ ക്യാപിറ്റൽ. ആൻഡ് യു ഹാവ് ടു അക്യുമുലേറ്റ് സ്മോൾ ഗെയിൻസ്. നമ്മളിങ്ങനെ കിട്ടിക്കൊണ്ടേയിരിക്കണം. നമുക്ക് ചെറിയ ഗെയിൻസ് നമുക്ക് കിട്ടിക്കൊണ്ടേയിരിക്കണം. അത് നമുക്കൊരു ജോയ് ഉണ്ടാക്കണം, ഒരു ഇന്നർ ഫീലിംഗ് നമുക്ക് ക്രിയേറ്റ് ചെയ്ത് പതുക്കെ ആ ഒരു ട്രേഡിങ്ങിലേക്ക് നമ്മൾ പതുക്കെ ഇറങ്ങി വരണം. അല്ലാതെ നമ്മൾ ഓൾ ഓഫ് എ സഡൻ നമുക്ക് ഒരു ഗെറ്റ് റിച്ച് ക്വിക്ക് മെന്റാലിറ്റി ഉണ്ടല്ലോ, അതിലേക്ക് നമ്മൾ ഒരിക്കലും വരാൻ പാടില്ല. സോ ദീസ് ആർ ദ 5 റൂൾസ് ദാറ്റ് യു ഷുഡ് ഫോളോ. മിനിമം ഒരു ക്വാളിറ്റി ട്രേഡ് സെറ്റപ്പ് ഉണ്ടാക്കിയതിന് ശേഷം നമ്മൾ ഈ റൂൾസ് എല്ലാം വെച്ചിട്ട് നമ്മളെ തന്നെ അനലൈസ് ചെയ്തിട്ട് ഇന്ന കാര്യങ്ങൾ മാത്രമാണ് അത് എത്രമാത്രം പേഷ്യൻസോട് കൂടി എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുന്നു എന്ന് നമ്മൾ സ്വയം മനസ്സിലാക്കാൻ ശ്രമിക്കുക നമ്മളെ തന്നെ. അങ്ങനെ മനസ്സിലാക്കി മുന്നോട്ട് പോകുമ്പോൾ യു വിൽ ഹാവ് ലോട്ട് ഓഫ് ന്യൂസൻസസ്, ലോട്ട് ഓഫ് ഡിസ്റ്റർബൻസസ്. ആ ഡിസ്റ്റർബൻസ് എല്ലാം നമ്മൾ
കറക്റ്റ് ചെയ്ത് നമ്മളെ മുന്നോട്ട് നയിച്ചുകൊണ്ട് പോകുമ്പോഴാണ് യു വിൽ ബിക്കം എ പ്രൊഫഷണൽ ട്രേഡർ. ആൻഡ് യു ആർ വാച്ചിങ് ട്രേഡിംഗ് സീക്രട്സ് യൂട്യൂബ് ചാനൽ. ഒരു ചെറിയ കഥ പറഞ്ഞ് നമുക്ക് ഈ ഇമോഷണൽ മാനേജ്മെൻറ്റിൻ്റെ മെയിൻ ആയിട്ടുള്ള ടോപ്പിക്ക് നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. എന്താണ് കാര്യം? ഇതൊരു കർഷകൻ ഒരു ബാങ്കിൽ പോയി ഒരു ലോൺ എടുത്തത് എന്തിനു വേണ്ടിയിട്ടാണ്? ഒരു കുളം എല്ലാം കുത്തി അവിടെ കുറച്ച് മീനെ വളർത്താൻ വേണ്ടിയിട്ട് ഒരു കുളം കുഴിച്ചു. എന്നിട്ട് അതിനകത്ത് മീനെല്ലാം വെച്ചു പുള്ളി വളരെ കാര്യമായിട്ട് കൃഷി നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ കുറേ നാൾ കഴിഞ്ഞിട്ടും ഈ കർഷകന് പൈസ തിരിച്ചടയ്ക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഇങ്ങനെ വന്നപ്പം എന്ത് സംഭവിച്ചു? ബാങ്കിൻ്റെ ഉദ്യോഗസ്ഥന്മാർ വന്നു കർഷകനോട് ചോദിച്ചു, എന്താണ് ഇവിടെ പ്രശ്നം? നിങ്ങൾ എന്തുകൊണ്ടാണ് ലോൺ തിരിച്ചടയ്ക്കാത്തത്? അപ്പോൾ കർഷകൻ പറഞ്ഞു, വരും നമ്മളുടെ മീൻ കുളത്തിൻ്റെ അങ്ങോട്ട് നമുക്ക് പോകാമെന്ന് പറഞ്ഞ് കർഷകൻ ഈ ബാങ്ക് മാനേജറെ കൂട്ടിക്കൊണ്ട് അവിടെ പോയി നിൽക്കുകയാണ്. ഈ ബാങ്ക് മാനേജറുടെ കയ്യിൽ നമ്മുടെ കർഷകൻ്റെ കയ്യിൽ കുന്തവും എല്ലാം ഉണ്ട്, എല്ലാ ടൂൾസും ഉണ്ട്. പക്ഷേ ഇവരിങ്ങനെ വർത്താനം പറഞ്ഞുകൊണ്ട് നിൽക്കുന്നതിൻ്റെ ഇടയ്ക്ക് തന്നെ ഒരു കിങ് ഫിഷർ, അതായത് നമ്മളുടെ പൊന്മാൻ എന്ന് പറയുന്ന ഒരു ബേർഡ്, ഈ ബേർഡ് വന്നിട്ട് ഈ കുളത്തിൽ നിന്ന് ഇവർ വർത്താനം പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന സമയത്ത് തന്നെ ഓടി വന്നിട്ട് ഒരു ഫിഷിനെ എടുത്തുണ്ടാകും. അതിനുശേഷം വീണ്ടും കുറച്ച് നേരം വർത്താനം പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ വീണ്ടും ഫിഷ് വന്നിട്ട് വളരെ കെയർഫുൾ ആയിട്ട് വന്നിട്ട് ഒരു ഫിഷിനെ എടുത്തുകൊണ്ട് പോകും. അപ്പോൾ ഇങ്ങനെ ഓരോ മീനെയും ഇങ്ങനെ ഫിഷ് എടുത്തുകൊണ്ട് പോകും. അപ്പം ഇവർ ചോദിച്ചു, എന്തുകൊണ്ട് പൈസ അടയ്ക്കുന്നില്ലെന്ന് ചോദിച്ചപ്പം കർഷകൻ തമാശയായിട്ട് പറഞ്ഞു, ഈ കളിയാണ് പൊന്മാൻ, പിന്നെ ഞാൻ എങ്ങനെയാണ് പൈസ അടയ്ക്കുന്നത്? ഇതൊരു ജോക്കായിട്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഇതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെല്ലാം പ്രതിസന്ധികൾ ഇവിടെ കർഷകൻ ഇതിനെ പിടിക്കാൻ വേണ്ടിയിട്ട് കുന്തം എല്ലാം ആയിട്ട് നിൽക്കുകയാണ്, എന്തെല്ലാം തോക്കും എല്ലാം ആയിട്ട് ഇവരുടെ കയ്യിലുണ്ട്. ഇൻ കേസ് വേണമെങ്കിൽ പക്ഷേ വേണമെങ്കിൽ വെടിവെച്ചിടാം. പക്ഷേ ഈ പൊന്മാൻ വളരെ കെയർഫുൾ ആയിട്ട് ഇരുന്നിട്ട് അവിടെ നിന്നുണ്ട് വളരെ പക്വമായിട്ട് ഇവിടെ വന്നിട്ട് ഇവർ നോക്കി നിൽക്കുന്ന നിപ്പില്ല വളരെ കെയർഫുൾ ആയിട്ട് മീനെ പിടിച്ചോണ്ട് പോകും. അവർക്കത് പിടിക്കാൻ പറ്റുന്നില്ല. സോ എന്ന് പറഞ്ഞ പോലെ തന്നെ നമ്മളെ ഒരു ട്രേഡേഴ്സ് ആകുമ്പോഴത്തേനും നമുക്ക് വേണ്ടത് പേഷ്യൻസ് ആണ്. പേഷ്യൻസ് ഈസ് ദ കീ. ഇതാണ് ഏറ്റവും കൂടുതൽ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം വേണ്ടതെന്ന് പറഞ്ഞാൽ. അതായത് നമ്മളിപ്പോൾ നമ്മളെ നേച്ചറിലേക്ക് നോക്കുക, ലുക്ക് അറ്റ് ദ നേച്ചർ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിനകത്ത് കുറേ അധികം ബേർഡ്സ്, ആനിമൽസ് ഇതിനെയൊക്കെ കാണാൻ പറ്റും അല്ലേ? ഇഷ്ടം പോലെ ജീവജാലങ്ങളുണ്ട്. ഈ ജീവജാലങ്ങളെല്ലാം നമ്മൾ ശ്രദ്ധിച്ച് നോക്കുകയാണെങ്കിൽ അവരെങ്ങനെയാണ് അതിൻ്റെ ഇര പിടിക്കുന്നത് എന്ന് പറഞ്ഞാൽ, സപ്പോസ് നമ്മളൊരു എക്സാമ്പിൾ എടുക്കാം. ഈ ക്രെയിൻ, കൊക്ക് എങ്ങനെയാണ് ഇര പിടിക്കുന്നത്? ഒരു കാലയിൽ വളരെ പേഷ്യൻസോട് കൂടി മണിക്കൂറുകളോളം വെള്ളത്തിൽ ഇങ്ങനെ ഈ വരമ്പത്തൊക്കെ പോയി നിന്ന് വാച്ച് ഹണ്ടിങ് ടെക്നിക്ക് എന്നാണ് പറയുന്നത് കൊക്കിര പിടിക്കുന്നത്. വാച്ച് ഹണ്ടിങ് ടെക്നിക്കാണ് കൊക്കിൻ്റെ ഇര പിടിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. സോ വാച്ചിങ് ആൻഡ് വെയിറ്റിംഗ് ഫോർ ദ റൈറ്റ് സെറ്റപ്പ് ടു കം ആൻഡ് പ്ലേ ഔട്ട്. അതാണ് ഇമ്പോർട്ടൻറ്റ്. സോ ഈ കൊക്ക് അവിടെ നിൽക്കുമ്പം വാച്ച് ചെയ്ത് അനങ്ങാതെ നിന്ന് വാച്ച് ചെയ്ത് ഏത് ഫിഷാണ് വരുന്നത് നോക്കിയിട്ട് അവിടെ വരുന്ന ആ കറക്റ്റ് മീനെ കൃത്യസമയമാകുമ്പോൾ മാത്രമേ കൊത്തിയെടുക്കത്തുള്ളൂ. സോ അങ്ങനെയാണ് കൊക്ക് അതിൻ്റെ ഇരയെ കണ്ടുപിടിക്കുന്നത്. എന്ന് പറഞ്ഞ പോലെ തന്നെ ഈഗിൾ കടലിൽ കൂടെ എങ്ങനെയാണ് അതിനെ കടൽ സ്നേക്കിനെയൊക്കെ പോയി പാമ്പിനെയൊക്കെ പോയി ഇര പിടിക്കുന്നത് എങ്ങനെയാണ്? വളരെ സാവധാനം ചിറകുകൾ അനക്കാതെ പറന്ന് നടന്നേച്ച് ഒരൊറ്റ സ്നിപ്പർ ഷോട്ടിൽ പോയി ഇര പിടിച്ചുകൊണ്ട് വരും. അതുപോലെ തന്നെ ലിസാർഡ് എങ്ങനെയാണ് ഇര പിടിക്കുന്നത്? അതും വളരെ സ്ലോലി നമ്മുടെ ഭിത്തിയെല്ലാം കയറി ഇരുന്നിട്ട് വാച്ച് ഹണ്ടിങ് ടെക്നിക്കാണ്. എന്നിട്ട് ഇങ്ങനെ നോക്കിയിരുന്നിട്ട് വളരെ ഫാസ്റ്റായിട്ട് പോയിട്ട് എടുക്കും. ഫോക്സ് എങ്ങനെയാണ് ഇര പിടിക്കുന്നതും സിമിലർ വേയിലാണ്. അതായത് സെൻഡ് ആൻഡ് സൗണ്ട് എന്ന് പറയുന്ന മെത്തേഡാണ് ഫോക്സ് ഇര പിടിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. മണവും സൗണ്ടും കേൾക്കുന്ന സമയത്ത് അതുവരെ വളരെ കെയർഫുൾ ആയിട്ട് നോക്കിയിരുന്നതിന് ശേഷം ഒറ്റ റഷിന് ഫോക്സ് ഇര പിടിക്കുന്നു. ലയൺ എങ്ങനെയാണ്? കെയർഫുൾ മൂവ് അല്ലേ? സ്നേക്ക് എങ്ങനെയാണ്? ഹൈഡ് ഔട്ട് ടെക്നിക്ക്. അതിൻ്റെ ഇര ആരൊക്കെയാണ്? മൈസ്, റാറ്റ്സ്, ലിസാർഡ്സ് ഇതൊക്കെയാണ് ഈ ഇര പിടിക്കുന്നത്, സ്നേക്ക്. സോ ഇറ്റ്സ് ഹൈഡിങ് ഔട്ട് ടെക്നിക്ക് വെച്ചിട്ടാണ് അതിന് ഇര പിടിക്കാൻ പറ്റത്തുള്ളൂ. സോ നേച്ചറിലേക്ക് നമ്മൾ നോക്കുമ്പോൾ നമ്മൾ കാണുന്നത് എന്താണ്? നേച്ചർ നമ്മൾ അതുപോലെ തന്നെയാണ് നമ്മൾ ട്രേഡേഴ്സ് ആയിട്ടുള്ള, നമ്മൾ പ്രൊഫഷണൽ ട്രേഡേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? നമ്മളുടെ പ്രോപ്പർ സെറ്റപ്പ് കറക്റ്റായിട്ട് പ്ലേ ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് യു ഹാവ് ടു വെയിറ്റ് ഓവർ അഗെയിൻ ആൻഡ് അഗെയിൻ. ഈ അഗെയിൻ ആൻഡ് അഗെയിൻ എന്തുകൊണ്ടാണ് ഓവർ സിമ്പതൈസ് ചെയ്ത് പറയുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, because you need to wait like a fox, you need to wait like a lizard, you need to wait like a crane, you need to wait like a lion, you need to wait like a kingfisher. ഈ പടത്തിൽ കാണുന്ന പോലത്തെ എന്ന് പറഞ്ഞ പോലെ തന്നെ നമ്മൾ പേഷ്യൻസ് ഈസ് ദ കീ. അപ്പം നമ്മൾ ആവശ്യമില്ലാത്ത ട്രേഡ് സെറ്റപ്പിലേക്ക് നമ്മൾ പോകരുത്. സോ യു ഹാവ് ടു വെയിറ്റ് ഫോർ ദ റൈറ്റ് സെറ്റപ്പ് ടു പ്ലേ ഔട്ട്, ദെൻ യു ഗെറ്റ് ഇൻ ടു ദ എൻട്രി. നമ്മുടെ മുന്നിലുള്ള സെനാരിയോ എന്ന് പറഞ്ഞാൽ ആ സെനാരിയോ പ്ലേ ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രകൃതിക്ക് ഒരു നിയമമുണ്ട്. ആ നിയമത്തിന് റൈറ്റ് സെറ്റപ്പ് വരുമ്പോൾ ആ സെറ്റപ്പ് നിങ്ങളുടെ മുന്നിൽ വിസിബിൾ ആയിട്ട് തെളിയുമ്പം മാത്രമേ you have to feel that setup is for you. Okay, this is my setup, it is getting ready. Okay, let me get into the trade, let me see where is the target, where is the entry, if I take the entry here, where is my stop loss, if the technical stop loss ഈ ടെക്നിക്കലി നമ്മൾ വെക്കുന്ന സ്റ്റോപ്പ് ലോസിൻ്റെ പ്ലേസ്മെൻറ്റും നമ്മൾ എൻട്രി എടുത്തിട്ട് റൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ നോക്കുന്ന ഇതും തമ്മിൽ നല്ല ഡിഫറൻസ് ഉണ്ടോ? ഈവൻ നമ്മളുടെ ടാർജറ്റ് മുന്നേക്ക് പോകുമ്പോഴത്തേനും നമ്മളൊരു 1:3 ഓർ മിനിമം 1:3 റിസ്ക് റിവാർഡിലാണോ നമ്മളുടെ ടാർജറ്റ് നമ്മൾ കണ്ടുപിടിച്ചിരിക്കുന്നത്? ഇപ്പോൾ നമുക്ക് അവിടെ ടാർജറ്റ് ഫൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു ഏരിയ ഇല്ലെന്ന് വിചാരിക്കുക. സോ ഇറ്റ്സ് നോട്ട് യുവർ സെറ്റപ്പ്. സോ നമ്മൾ ആ ഒരു സെറ്റപ്പിലേക്ക് നമ്മൾ വരണം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ദിസ് റാബിറ്റ് ഹോൾ ഈസ് സോ ഡീപ്പ് അല്ലേ? റാബിറ്റ് ഹോൾ വളരെ ഡീപ്പാണ്. നമുക്കറിയത്തില്ല വേർ ഇസ് ദ എൻഡ് ഓഫ് ദ റാബിറ്റ് ഹോൾ. ഇറ്റ് ഗോസ് ഡീപ്പ് ആൻഡ് ഡീപ്പ് അല്ലേ? സോ നമ്മൾ അതിനെപ്പറ്റി അറിയത്തില്ലാത്ത കാര്യത്തെപ്പറ്റി നമ്മൾ ചിന്തിച്ച് അത് അങ്ങനെയായിരിക്കും ഇങ്ങനെയായിരിക്കും എന്ന് പറഞ്ഞ് നമ്മൾ പോയിട്ട് ആവശ്യമില്ലാത്ത ട്രേഡുകൾ ചെയ്യുമ്പോൾ എവറിത്തിങ് വിൽ ബി ടേക്കൻ ഫ്രം യു. അതൊരു നാച്ചുറലായിട്ട് സംഭവിക്കുന്ന ഒരു കാര്യമാണ്
അല്ലാതെ മാർക്കറ്റിന് നമ്മളോട് യാതൊരുവിധ എതിരോ കാര്യങ്ങളോ ഒന്നുമില്ല. അതാണ് അതിനകത്തെ കാര്യം. അപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യു ഹാവ് ടു ബി ലൈക്ക് എ കിങ് ഫിഷർ. പ്രകൃതിയിൽ എങ്ങനെയാണോ നാച്ചുറലായിട്ട് അതിൻ്റെ ഇൻസ്റ്റിങ്ക്റ്റോട് കൂടി ബാക്കിയുള്ള കാര്യങ്ങൾ എല്ലാ ജീവജാലങ്ങളും ചെയ്യുന്നത്, അതേ ടെക്നിക്കിൽ കൂടെ തന്നെ വേണം നമ്മളും ട്രേഡും എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ ഈ ഒരു കാര്യങ്ങൾ നമ്മൾ പ്രകൃതിയിൽ നിന്നും പഠിക്കുന്ന കാര്യങ്ങളാണ്. സോ അതായത് ഓരോ കാര്യങ്ങൾക്കും അതിൻ്റെതായ സമയമുണ്ട്. ആ സമയത്ത് ഇറ്റ് വിൽ ബി വിസിബിൾ ഫോർ യു. നൗ നമ്മൾക്ക് ഓരോരുത്തർക്കും 100,000 ഡിഫറെൻറ്റ് സെനാരിയോസിലുള്ള സെറ്റപ്പ് ഉണ്ടെന്ന് വിചാരിക്കുക. സോ ദ മോർ യു ലേൺ, ദ മോർ ഓപ്പർച്യൂണിറ്റി യു സീ ഇൻ ദ മാർക്കറ്റ്. ഡിഡ് യു ലേൺ മോർ ആൻഡ് മോർ? നോ, യു ഹാവ് ലേൺഡ് ഓൺലി എ പാർട്ട് ഓഫ് ദ മാർക്കറ്റ്, അല്ലേ? അപ്പം നമ്മൾ ആ ഒരു പാർട്ട് ഓഫ് ദ മാർക്കറ്റ് ലേൺ ചെയ്യുമ്പോൾ യു ഹാവ് ടു വെയിറ്റ് ഫോർ ദാറ്റ് പാർട്ട് ഓൺലി, അല്ലേ? ആ ഒരു പർട്ടിക്കുലർ പാർട്ടിന് വേണ്ടിയിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യണം. സോ ഡിസിപ്ലിൻ ആൻഡ് പേഷ്യൻസ് ഈസ് ദ കീ. സോ ദിസ് ഹാസ് ടു ബി ബേൺ ഇൻ യുവർ മൈൻഡ്. ഇതാണ് നമുക്ക് പറയാനുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അപ്പോൾ നമ്മൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. ഇതൊരു സിമ്പിൾ എക്സാമ്പിൾ ആയിട്ട് നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യുന്നതേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ കമൻറ്റ്, ലൈക്സ് എല്ലാം എഴുതണം. ഇത് നമ്മുടെ ഫ്യൂച്ചർ ജനറേഷൻസിന് വേണ്ടിയിട്ടും കൂടെ പ്രിസർവ് ചെയ്ത് സേവ് ചെയ്ത് വെക്കാനുള്ള ഒരു വീഡിയോ ആണ്. അതുകൊണ്ട് ഐ ആം മേക്കിംഗ് മൈ സിഗ്നേച്ചർ ആൻഡ് യു ഹാവ് ടു മേക്ക് യുവർ സിഗ്നേച്ചർ ബൈ റൈറ്റിംഗ് യുവർ കമൻറ്റ്സ്, അല്ലേ? നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടേതായിട്ടുള്ള ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും നല്ല കമൻറ്റും ചീത്ത കമൻറ്റും മോശമായിട്ടുള്ള കമൻറ്റും എന്ത് വേണേലും നമുക്ക് എല്ലാവർക്കും എഴുതാവുന്നതാണ്. അപ്പോൾ ഞാൻ നിങ്ങളുടെ നല്ല കമൻറ്റുകളിലെ പ്രതീക്ഷിക്കുന്നു. അതുപോലെ തന്നെ ഈ വീഡിയോ ഐ തിങ്ക് ദിസ് വിൽ ഹെൽപ്പ് യു ഔട്ട് ടു ഫ്രെയിം എ ഗുഡ് ഹ്യൂമൻ ബീയിങ്. എല്ലാവർക്കും നന്മകൾ വരട്ടെ. ആൻഡ് സീ യു ഇൻ അനദർ വീഡിയോ.